بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ അൽ ഉസൂൽ സലാസ എന്ന റിസാലയുടെ പഠനത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ദർസിൽ ഈ റിസാല ഷെയ്ഖുൽ ഇസ്ലാം ആരംഭിച്ചത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അൽ മസായിലുൽ അർബഅ, സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ള 4 കാര്യങ്ങൾ, 4 മസായിലുകൾ, അത് നമ്മൾ വിശദീകരിച്ചു. ഒന്നാമത്തെ കാര്യം അൽ ഇൽമു, അറിവുണ്ടായിരിക്കുക എന്നതാണ്. അല്ലാഹുവിനെ കുറിച്ചും അവൻ്റെ റസൂലിനെ കുറിച്ചും സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചും തെളിവുകൾ സഹിതം നമ്മൾ പഠിക്കുക. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പഠിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, നമ്മൾ ഓരോരുത്തരും ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ അമലിലും നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇങ്ങനെ ഇൽമു നേടണം, അറിവുണ്ടായിരിക്കണം. രണ്ടാമതായി അതനുസരിച്ച് അമൽ ചെയ്യണം, പ്രവർത്തിക്കണം, അൽ അമലു ബി. മൂന്നാമതായി അതിലേക്ക്, ആ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കണം കഴിയുന്ന രൂപത്തിൽ. നാലാമതായി ഈ മാർഗങ്ങളിലുടനീളം ക്ഷമ അവലംബിക്കണം, സ്വബ്ർ ചെയ്യണം. ഇതാണ് സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം തന്നെയാണ് സത്യം, മനുഷ്യർ ഒന്നടങ്കം തീരാ നഷ്ടത്തിലാണ്, നാശത്തിലാണ്. ഇവിടെ കളിക്കാനും ചിരിക്കാനും തമാശ പറയാനാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് പുറത്തു പോയിട്ട് വർത്താനം പറയാ, ചിരിക്കുക, കളിക്കുക. ഇത് കളിക്കാനും ചിരിക്കാനുള്ള സദസ്സല്ല കേട്ടോ. ഇനി ആരെങ്കിലും ചിരിക്കുക കളിക്കുക ഞാൻ പേര് വിളിക്കും, എനിക്ക് പേര് അറിയുമെങ്കിൽ. അപ്പം അതിന് നിൽക്കണ്ട, ഇപ്പം തന്നെ പോയിക്കോളി, മുൻകൂർ ജാമ്യം എടുത്തിട്ട്. ചെറിയ കുട്ടികളോട് പറയണം, ഇത് ദഹിക്കാത്ത, ഇത് താല്പര്യപൂർവ്വം മനസ്സിലാക്കാൻ സാധിക്കാത്ത കുട്ടികളോട് ഇരുത്തണ്ട. അതാണ് അവരെ കൂടെ കൊണ്ടുവരുന്ന വേണ്ടപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്. ഇൽമിൻ്റെ മജ്ലിസിൽ നമുക്കൊരു വക്കാറും ഗൗരവവും വേണം. ചിരിച്ച് കളിച്ച് തോണ്ടി മാന്തി പിച്ചി ചാഞ്ഞ് ചരിഞ്ഞ് ഇതിനെല്ലാം ഇരിക്കുന്നത്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ മജ്ലിസാണ്. അപ്പോൾ ആ മജ്ലിസിൻ്റെ പോരിശ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇരുത്തവും പെരുമാറ്റവും ഒന്നും നമ്മളെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. കുട്ടികൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കത് കഴിയില്ല, അവർക്ക് ദഹിക്കില്ല, അവർക്ക് പിന്നെ താങ്ങുന്ന കാര്യമായിരിക്കില്ല. അപ്പം അതുകൊണ്ട് ഒരു അശ്രദ്ധയിലാവും. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അവരുടെ വിലായത്തുള്ള ആളുകളുടെ ബാധ്യതയാണ്. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. ശരി, അപ്പോൾ സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 4 മസ്അലകളാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഈ 4 വിശേഷണങ്ങൾ സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചത്? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം തന്നെയാണ് സത്യം,
മനുഷ്യരൊന്നടങ്കം എല്ലാ മനുഷ്യന്മാരും തീരാ നഷ്ടത്തിലാണ്, ദുനിയാവിലും നാളെ ആഖിറത്തിലും. അപ്പൊ രണ്ട് വഴിയാണുള്ളത്. ഒന്ന് നഷ്ടത്തിന്റെ വഴി, ഒന്ന് ലാഭത്തിന്റെ വഴി. ഒന്ന് നേട്ടത്തിന്റെ വഴി, ഒന്ന് പരാജയത്തിന്റെ വഴി. ഇതല്ലാത്തൊരു മാർഗമില്ല. അപ്പൊ നമ്മളാണ് ആലോചിക്കേണ്ടത്, നമ്മൾ നഷ്ടത്തിലാകണോ, നമ്മൾ ലാഭത്തിലാകണോ, നമ്മൾ വിജയിക്കണോ, നമ്മൾ പരാജയം ഏറ്റുവാങ്ങണോ. വിജയിക്കണമെങ്കിൽ ഈ തീരാ നഷ്ടത്തിൽ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, മനുഷ്യരെന്നടങ്കം നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ ഈ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ 4 ഈ പറഞ്ഞ മസലകളുള്ളവരാണ്, 4 വിശേഷണങ്ങൾ അർഹിക്കുന്നവരാണ്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഓപ്ഷണലാണോ? നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇഷ്ടമുള്ളത് എടുക്കുക, ഇഷ്ടമുള്ളത് ഒഴിവാക്കുക, അങ്ങനെയാണോ? 4 കാര്യങ്ങളിൽ ഏതെങ്കിലും 1 2 ഒക്കെ മതി? 4 ഒരുമിച്ച് വേണ്ട എന്നാണോ? അല്ല, 4 വേണം. ഇല്ലല്ലദീന ആമനു, ഒന്നാമത്തെ വിശേഷണം അതാണ്. ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവരായിരിക്കണം അവർ. ഈമാൻ എപ്പോഴുണ്ടാവുക? നമ്മളത് വിശദീകരിച്ചതാണ് വിശദമായി. ഇൽമുണ്ടാകണം, അറിവുണ്ടായാലേ ഈമാൻ ഉണ്ടാവുള്ളൂ. ഇൽമില്ലാത്ത, അറിവില്ലാത്തൊരു കാര്യവും നമുക്ക് ഈമാൻ ആവുകയില്ല. 2 വഅമിലു സ്വാലിഹാത്ത്, ആ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ, ഇൽമിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, സ്വാലിഹായ അമൽ അനുഷ്ഠിക്കണം. ഒരമൽ സ്വാലിഹാകണമെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യണം, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ചെയ്യണം. അല്ലാത്ത അമലൊന്നും സ്വാലിഹല്ല. എത്ര നമ്മളത് ചെയ്തു കൂട്ടിയാലും അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യണം, അവന്റെ കൂലി പ്രതീക്ഷിച്ച് മാത്രം ചെയ്യണം. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയായിരിക്കണം. അതാണ് സ്വാലിഹായ അമൽ. അതല്ലാത്ത അമലൊന്നും സ്വാലിഹല്ല. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇതാണ് 2ാമത്തെ വിശേഷണം. 3ാമതായി വതവാസൗ ബിൽ ഹഖ്, ഈ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കണം, അത് പരസ്പരം ഉപദേശിക്കണം. നമ്മൾ പഠിച്ച് ഈമാനാക്കി സ്വാലിഹായ അമലാക്കി പരിവർത്തിപ്പിച്ച കാര്യങ്ങൾ, അതാണ് ഹഖ്, അതാണ് ദീനിന്റെ സത്യം. അത് ആളുകൾക്ക് നമുക്ക് കഴിയുന്ന വിധത്തിൽ പകർന്നു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ, അതിലേക്ക് ക്ഷണിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. വതവാസൗ ബിൽ ഹഖ്, ഇതാണ് 3ാമത്തെ കാര്യം. 4ാമത്തത് വതവാസൗ ബിസ്സബ്ർ, ഈ മാർഗത്തിലുടനീളം ക്ഷമ അവലംബിക്കണം. ഇൽമു നേടി പഠിച്ച് ഈമാനാക്കാൻ ക്ഷമ വേണം, പഠിക്കാൻ ക്ഷമ വേണം, അത് ഈമാനാക്കാൻ ക്ഷമ വേണം, അതനുസരിച്ച് അമൽ ചെയ്യാൻ ക്ഷമ വേണം. അമൽ സ്വാലിഹായി തീരാൻ, അത് സ്വാലിഹായ അമലിന്റെ വിശേഷണത്തിൽ ആ അമലിനെ സമ്പന്നമാക്കാൻ അതുപോലെ അമൽ ചെയ്യാൻ ക്ഷമ വേണം. അമൽ ചെയ്യുമ്പോൾ പല ജാതി ക്ഷമ വേണം. അമലിന് മുമ്പ് ക്ഷമ വേണം, അമലിനിടയിൽ ക്ഷമ വേണം, അമൽ കഴിഞ്ഞിട്ട് ക്ഷമ വേണം. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് കഴിഞ്ഞ ദർസിൽ. ഇല്ലാത്തവർ സാധിക്കുമെങ്കിൽ അതിന്റെ റെക്കോർഡ് കേൾക്കുക. അപ്പൊ ഈ മാർഗത്തിലുടനീളം അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും അതിലേറെ ക്ഷമ വേണം. നമ്മൾ സ്വയം പഠിച്ച് അമലാക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ ക്ഷമ വേണം. ക്ഷമ എന്നത് ഈ 3 രംഗത്തും, ഈ 3 മസലയിലും ഇല്ലെങ്കിൽ ഒരാൾക്കും അത് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. ഇൽമു നേടാനും അത് അമലാക്കാനും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും അപാരമായ ക്ഷമ വേണം. അതുകൊണ്ടാണ് അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ക്ഷമയെണ്ണിയത്. ഈ 4 മസലകളാണ് നമ്മൾ വിശദീകരിച്ചത്. സഹോദരങ്ങളെ, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ശേഷം ഉസൂലു സലാസയുടെ തുടക്കത്തിൽ ഈ 4 മസലകൾ വിശദീകരിച്ചതിന് ശേഷം പിന്നെ കൊണ്ടുവരുന്ന വാചകം അൽ-ഇമാം ശാഫിഈ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വാചകമാണ്. ഈ കിതാബിന്റെ പ്രത്യേകതയായി നമ്മൾ പറഞ്ഞു, ഷെയ്ഖ് ഏത് മസ്അലയിൽ ചർച്ച ചെയ്യണമെങ്കിലും അത് ഷെയ്ഖിന്റെ വകയായിട്ടല്ല പറയുന്നത്. അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലെ പണ്ഡിത വേഷധാരികളെ പോലെയല്ല. അവർക്ക് വായിൽ തോന്നിയതൊക്കെ ദീൻ, ഖാല റസൂലുള്ളാഹ്, ഖാല ഇമാമുന, ഖാല മൗലാന എന്നൊക്കെ പറഞ്ഞ് ദീനിലൊരു അഡ്രസ്സുമില്ലാത്ത, തെളിവിന്റെ പിൻബലം പോലുമില്ലാത്ത, പലപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രചാരം നേടിയ ഹദീസുകൾ എന്ന് പറഞ്ഞ ആളുകൾ വലിയ പ്രമാണമായി കൊണ്ടു നടക്കുന്നത് ഒരു പ്രാമാണികമായ ഒരു തുമ്പുമില്ലാത്ത ഹദീസ്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഉത്ലുബിൽ ഇൽമ വലൗ കാന ബിസ്സീൻ എന്ന് പറയപ്പെടുന്ന, ചൈനയിൽ പോയിട്ടാണെങ്കിൽ നിങ്ങൾ ഇൽമു തേടണം എന്ന് പറയുന്ന ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്ന വാറാല നമ്മുടെ നാട്ടിൽ പല ആളുകളും സാധാരണക്കാർ പറഞ്ഞു നടക്കുന്ന, അതിന് സനദന്നല്ല എന്നാണ്, പരമ്പരയില്ലാണ്. അള്ളാന്റെ റസൂൽ ഹദീസിൽ ദഈഫ് ഉണ്ട്, സ്വഹീഹ് ഉണ്ട്. ദഈഫ് എന്ന് പറഞ്ഞാൽ സനദ് ഉണ്ട്, അതിന് പരമ്പര ഉണ്ട്.
ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്ന ഇന്നാൾ കേട്ടു, ഇന്നാൾ കേട്ടു, ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്ന പരമ്പര. ഈ പരമ്പരയിൽ എന്തെങ്കിലും ദൗർബല്യം, എന്തെങ്കിലും വശപ്പിശക് ഉണ്ടായെങ്കിലാണ് ഹദീസ് ദഈഫാകുക. പരമ്പര ഉണ്ടാവും, പക്ഷേ ഞാൻ ഇപ്പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിന് ഹദീസ് എന്ന് പറയാൻ പോലും പറ്റില്ല. അതിന് പരമ്പര അല്ല, അതിന് മൗദൂ എന്നാണ് പറയാം. കെട്ടിച്ചമച്ച് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് തോന്നിയത് പറയാം. അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ കള്ളം ചമക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, ദീനിന്റെ പേരിൽ, അല്ല ഇന്നലെ കണ്ട സ്വപ്നം ഇന്ന് മാലോകർക്ക് മുമ്പിൽ, തക്ബീർ തൊഴിലാളികൾക്ക് മുമ്പിൽ സ്വപ്നകഥയായി. അതാണ് ദീൻ. ഇതാണ് ഒരു കൂട്ടരുടെ ദീൻ. ഇങ്ങനെ ഒരു അഡ്രസ്സും ഇല്ലാത്ത, ഒരു തെളിവിന്റെ പിൻബലവുമില്ലാത്ത, ഒരു പ്രമാണത്തിന്റെ ആധികാരികതയുമില്ലാത്ത എന്തും ദീനിന്റെ പേരിൽ പറയാമെന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ദീനീ ദഅ്വാ രംഗത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഇത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ രീതിയേ അല്ല. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ 4 മസ്അലകൾ, അൽ ഇൽമു വൽ അമലു ബിഹി വദ്ദഅവതു ഇലൈഹി വസ്സബ്റു അലൽ അദാ ഫീഹി, ഈ 4 മസ്അലകൾ ചർച്ച ചെയ്തതിനു ശേഷം ഷെയ്ഖ് പറയാണ് വദ്ദലീലു ഖൗലുഹു തആല, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾക്കുള്ള തെളിവ് എൻ്റെ വാക്കല്ല, എൻ്റെ ഷെയ്ഖിന്റെ വാക്കല്ല, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്തിയ, ഞങ്ങളുടെ ഈ നാട്ടിന്റെ തീരുമാനമല്ല, ഞങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനമല്ല, ഞങ്ങളുടെ സംഘടനയുടെ തീരുമാനമല്ല. എന്താ അദ്ദേഹം പറഞ്ഞു? വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് അള്ളാന്റെ വാക്കാണ്. ഖാലല്ലാഹ്, അള്ളാഹു പറഞ്ഞു. എന്നിട്ടാണ് സൂറത്തുൽ അസ്ർ കോട്ട് ചെയ്യുന്നത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആയത്താണ് പറഞ്ഞത്, അള്ളാന്റെ വാക്കാണ് തെളിവായി പറഞ്ഞത്. എന്നിട്ട് ഷെയ്ഖ് കൊണ്ടുവരുന്നത് ആരുടെ വാക്കാണ്? അൽ-ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, മഹാനായ അൽ-ഇമാം ശാഫിഈ മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്-ശാഫിഈ റഹിമഹുല്ലാഹ്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഇമ്മത്തുകളിൽ, പണ്ഡിതന്മാരിൽ, ഇമാമുകളിൽ, മദ്ഹബിന്റെ 4 അഇമ്മത്തുകളിൽ ഒരാളായെല്ലാം എണ്ണപ്പെടുന്ന മുസ്ലിം ലോകത്തിന് അനിഷേധ്യനായ ഇമാം. എന്താണ് ഇമാം ശാഫിഈ റഹിമഹുള്ളയുടെ പ്രത്യേകത? അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര, അള്ളാഹുവിന്റെ റസൂൽ, അദ്ദേഹം ഖുറശിയാണ്, മുത്തലിബിയാണ്, അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർത്തപ്പെടുന്ന പരമ്പരയാണ്, കുടുംബ പരമ്പരയാണ് അദ്ദേഹത്തിൻ്റെത്. ഹിജറ 150 വർഷത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിജറ 204 അദ്ദേഹം മരണപ്പെട്ടത്. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. 54 വയസ്സ് മാത്രം പ്രായമായിരുന്നു അദ്ദേഹം മരണപ്പെടുമ്പോൾ. 54 വർഷക്കാലമാണ് അദ്ദേഹം ജീവിച്ചത്. എത്രയാണ് മുസ്ലിം ഉമ്മത്തിന് അദ്ദേഹം ബാക്കി വെച്ച സംഭാവനകൾ, വൈജ്ഞാനികമായ അദ്ദേഹത്തിന്റെ അവശേഷിപ്പുകൾ, ആസാറുകൾ. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. അൽ-ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് സൂറത്തുൽ അസ്റിനെ പറ്റി പറഞ്ഞതാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ശേഷം പറയുന്നത്. ഖാല ശാഫിഈ റഹിമഹുല്ലാഹു തആല, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത ലകഫത്ഹും. ഇതാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ലൗ മാ അൻസലല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഹുജ്ജതൻ തെളിവായി, രേഖയായി, പ്രമാണമായി, അലാ ഖൽഖിഹി അവന്റെ പടപ്പുകൾക്കുമേൽ, അവന്റെ സൃഷ്ടികൾക്കുമേൽ, ഇല്ല ഹാദിഹി സൂറ ഈ സൂറത്തല്ലാതെ, ലകഫത്ഹും അത് മാത്രം അവർക്ക് മതിയാകുമായിരുന്നു. എങ്ങനെയാണ് അതിന് മൊത്തത്തിൽ അർത്ഥം പറയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്കുമേൽ തെളിവായി, രേഖയായി, പ്രമാണമായി സൂറത്തുൽ അസ്ർ അല്ലാതെ മറ്റൊരു സൂറത്തും അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പോലും ഈ സൂറത്ത് മാത്രം അവർക്ക് മതിയാകുമായിരുന്നു. എന്തിന്? തെളിവായി. അവർക്ക് ഇൽമു നേടി, ഈമാനാക്കി, സ്വാലിഹായ അമലെടുത്ത് അതിലേക്ക് ആളുകളെ ക്ഷണിച്ച് ആ മാർഗത്തിൽ ക്ഷമയവലംബിച്ച് മുസ്ലിമായി ജീവിച്ച് മരിച്ച് നാളെ സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇത് മതിയാകുമായിരുന്നു. ഈ സൂറത്ത് മാത്രം മതിയായിരുന്നു. ഖുർആനിൽ 114 സൂറത്തുകളിൽ ബാക്കി 113 സൂറത്തും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ആകെ സൂറത്തുൽ അസ്ർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഖുർആനിൽ നമ്മൾക്ക് തെളിവായി, രേഖയായി. എന്നിരുന്നാൽ പോലും ഈ സൂറത്തുൽ അസ്ർ ഒരാൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് മരിച്ചാൽ അവന്റെ ദുനിയാവും പരലോകവും രക്ഷപ്പെടാൻ, നാളെ സ്വർഗത്തിലെത്താൻ ഇത് മാത്രം മതിയാകുമായിരുന്നു. ഇത് പഠിക്കേണ്ടതുപോലെ പഠിച്ച് ജീവിച്ചാൽ, ഇൽമു നേടാൻ, അമലാക്കാൻ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, ആ മാർഗത്തിലൂടെ സബ്ർ ചെയ്യാൻ. ഈ സൂറത്ത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ സൂറത്തിന്റെ പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽ ഏത്
ഖുർആൻ വായിക്കാൻ അറിയുന്ന, അറബി അക്ഷരമാലയുടെ ബാലപാഠങ്ങൾ അറിയുന്ന ഏത് കുട്ടിക്കാണ് ഈ സൂറത്ത് ഹിഫ്ദില്ലാത്തത്? ഏത് വന്യവയോധികന്മാർക്കാണ് ഈ സൂറത്ത് മനഃപ്പാഠമില്ലാത്ത? സൂറത്തുൽ അസ്ർ കേവലം 3 ആയത്തുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒന്നായ സൂറത്തുൽ അസ്ർ, ഈ സൂറത്തെങ്കിലും മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ടതുപോലെ പഠിച്ച് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ, മുസ്ലിം ഉമ്മത്തിനെ നയിക്കുന്ന പുരോഹിതന്മാർ ഈ സൂറത്തെങ്കിലും മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത് മാത്രം മതിയാകുമായിരുന്നു മുസ്ലിം ഉമ്മത്ത് ദുനിയാവും ആഖിറവും അവർക്ക് രക്ഷപ്പെടാൻ. ഇതാണ് ഷെയ്ഖ് അൽ-ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഇതേ ആശയത്തിൽ സൂറത്തുൽ അസ്റിനെ പറ്റി വേറെ ചില പദ വ്യത്യാസങ്ങളിലൂടെ പറഞ്ഞതായി പല മുൻഗാമികളായ ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞതാണ് നമ്മൾ ഈ വായിച്ചത്. ലൗമ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ല ഹാദിഹി സൂറത ലകഫത്ഹും എന്ന വാചകം. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഖുർആനിന്റെ തഫ്സീർ രചിച്ചിട്ടുള്ള മുഫസ്സിരീങ്ങളിൽ പ്രസിദ്ധനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് സൂറത്തുൽ അസ്റിനെ പറ്റി പറഞ്ഞ വാചകം മറ്റൊരു പദപ്രയോഗത്തിലാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെയാണ്: ലൗ തദബ്ബറ അന്നാസു ഹാദിഹി സൂറ ലകഫത്ഹും. മനുഷ്യർ, ജനങ്ങൾ, ഖുർആനിന്റെ ആളുകൾ ഈ സൂറത്ത് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലകഫത്ഹും, ഇത് മാത്രം അവർക്ക് മതിയാകുമായിരുന്നു മുസ്ലിമായി ജീവിച്ചു മരിച്ച് സ്വർഗത്തിലെത്താൻ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശിഷ്യരായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവരുടെ ഗ്രന്ഥങ്ങളിൽ മറ്റൊരു വാചകമാണ് ഇതിനെപ്പറ്റി ഇമാം ഷാഫിഈ പറഞ്ഞതായി പറഞ്ഞിട്ടുള്ളത്. ലൗ ഫക്കറ അന്നാസു ഫി ഹാദിഹി സൂറ ലകഫത്ഹും. സമാനമായ ആശയം തന്നെയാണ്. ജനങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചു മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ലൗ തദബ്ബറ എന്നാണ്, ഇവിടെ പറഞ്ഞ ലൗ ഫക്കറ എന്നാണ്. രണ്ടും ഒരേ അർത്ഥമാണ്, ആശയമാണ്. ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുകയും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ സൂറത്തിനെ പറ്റി ലകഫത്ഹും, അവർക്ക് മുസ്ലിമായി ജീവിച്ചു മരിച്ച് സ്വർഗത്തിലെത്താൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇത് മാത്രം മതിയാകുമായിരുന്നു. അൽ-ഇമാം നവവി റഹിമഹുല്ലാഹ് ശാഫിഈ പണ്ഡിതനാണ്. ഷാഫിയാക്കൾ നമ്മുടെ നാട്ടിലെ യാഥാസ്ഥികരായ പുരോഹിത സമൂഹം അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ് ഇമാം നവവി റഹിമഹുല്ലാഹ്. ഇമാം ഷാഫിഈയെ പോലെ തന്നെ അവരംഗീകരിക്കുന്ന അൽ-ഇമാം. അദ്ദേഹം പറയാണ്, ഇമാം ഷാഫിഈ ഈ സൂറത്തിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: അന്നാസു ഫീ ഗഫ്ലത്തിൻ അൻ ഹാദിഹി സൂറ. ജനങ്ങൾ ഈ സൂറത്തിനെ പറ്റി അശ്രദ്ധയിലാണ്. അത്രമേൽ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണിത്. ജനങ്ങൾ ശ്രദ്ധിച്ച് വീണ്ടെടുക്കേണ്ടുന്ന സൂറത്താണിത്. ജനങ്ങൾ ഈ സൂറത്തിനെ പറ്റി അശ്രദ്ധയിലാണ് എന്നാണ് ഇമാം നവവി, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് പണ്ഡിതന്മാരുടെ വാചകങ്ങൾ. വളരെ ചെറിയ വാചകങ്ങളിൽ വളരെ വലിയ പാഠങ്ങൾ അവർ ഉൾക്കൊള്ളിക്കും. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഈ സൂറത്ത് മാത്രം മതിയാകുമായിരുന്നു മുസ്ലിം ഉമ്മത്തിന് മുസ്ലിമായി ജീവിച്ച് മരിച്ച് നാളെ അള്ളാഹുവിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ, സ്വർഗം വെട്ടിപ്പിടിക്കാൻ ഇത് മാത്രം മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. സൂറത്തുൽ അസ്ർ നമ്മൾ അതിലെ ആശയവും അതിലടങ്ങിയിരിക്കുന്ന പാഠങ്ങളും വിശദീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പം എത്ര ആഴത്തിൽ അവർ ഖുർആനിനെയും ഖുർആനിലെ സൂറത്തുകളെയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതാണ് പണ്ഡിതന്മാരുടെ വാചകങ്ങളുടെയും അവരുടെ കിതാബുകളുടെയും പ്രത്യേകത. ശരി, ഈ സൂറത്തിന്റെ പ്രാധാന്യം ഇതുപോലെ മനസ്സിലാക്കിയവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. പക്ഷെ ഇന്ന് ഈ സൂറത്തിന്റെ അർത്ഥം അറിയുന്ന എത്ര ആളുകളുണ്ട്? ഈ സൂറത്ത് മനഃപ്പാഠമില്ലാത്തവർ വളരെ വിരളമായിരിക്കും, ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ പറയാം മുസ്ലിം ഉമ്മത്തിൽ. പക്ഷെ ഈ സൂറത്തിന്റെ അർത്ഥം അറിയുകയും ഈ സൂറത്തിനൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇത്രമേൽ സ്വാധീനമുണ്ടാകും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഇമാം നവവി പറഞ്ഞ പോലെ ജനങ്ങൾ അശ്രദ്ധയിലാണ്. അന്നാസു ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദിഹി സൂറ അൻ ഹാദിഹി സൂറ. ജനങ്ങൾ അശ്രദ്ധയിലാണ്. പക്ഷേ സ്വഹാബത്ത് ഈ സൂറത്തിന് കൽപ്പിച്ച സ്ഥാനം എത്രയാണെന്ന് മഹാനായ സ്വഹാബിയായ അബൂ മദീന അദ്ദാരിമി, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സഹാബിയുടെ പേര്? അബൂ മദീന അദ്ദാരിമി റളിയല്ലാഹു അൻഹു. സ്വഹാബിയുടെ ശരിക്കുള്ള പേര് അബ്ദുല്ലാഹ് ഇബ്നു ഹഫ്സ് എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഹഫ്സ്. സ്വഹാബിയുടെ കുഞ്ഞത്താണ് അബൂ മദീന അദ്ദാരിമി.
മഹാനായ സ്വഹാബിയാണ്. ആ സ്വഹാബി ഉദ്ധരിക്കുന്നതായി അബൂ മദീന അദ്ദാരിമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതായ ഒരു അസറുണ്ട്. ഇമാം തബറാനിയുടെ ഔസത്തിലും ബൈഹഖിയുടെ ശുഅബിലുമുള്ള സ്വഹീഹായ പണ്ഡിതന്മാർ അതിന്റെ പരമ്പര സ്വഹീഹാണ്, കുറ്റമറ്റതാണ് എന്ന് വിലയിരുത്തിയ സ്വഹീഹായ അസറിൽ സ്വഹാബിയുടെ വാക്കിനെ നമ്മൾ അസർ എന്ന് പറയാം, റസൂലുള്ളാഹിന്റെ വാക്കിനെ നമ്മൾ ഹദീസ് എന്ന് പറയാം. റസൂലുള്ളാഹിക്ക് ശേഷം സ്വഹാബി മുതൽ ഇങ്ങോട്ട് സലഫുകൾ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ ആസാറുകൾ എന്ന് പറയും. അപ്പൊ സ്വഹാബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട വാക്കാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കാന الرجلان من اصحاب النبي صلى الله عليه وسلم اذا التقيا لم يفترقا حتى يقرأ احدهما على صاحبه والعصر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. സ്വഹാബികളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ രണ്ടുപേർ കണ്ടുമുട്ടിയാൽ, അവർ കണ്ടുമുട്ടി പരസ്പരം സലാം പറഞ്ഞ് വിശേഷങ്ങൾ തിരക്കി വേർപിരിയുന്നതിന് മുമ്പ്, കണ്ടുമുട്ടിയ രണ്ടാളുകൾ തമ്മിൽ പിരിയുന്നതിന് മുമ്പ് സൂറത്തുൽ അസ്ർ ആദ്യം മുതൽ അവസാനം വരെ ഓതി പരസ്പരം വസിയത്ത് കൈമാറിയിട്ടേ അവർ പിരിയാറുണ്ടായിരുന്നു. ഇത് സ്വഹാബികളുടെ നടപടിക്രമമായിരുന്നു. സ്വഹാബികൾ രണ്ടാളുകൾ കണ്ടുമുട്ടി കഴിഞ്ഞാൽ അവർ പരസ്പരം സലാം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരം പിരിഞ്ഞ് ആ സദസ്സിൽ നിന്ന് വേർപിരിയുന്നതിന് മുമ്പായി സൂറത്തുൽ അസ്ർ ആദ്യം മുതൽ അവസാനം വരെ ഓതി പരസ്പരം വസിയത്ത് കൈമാറിയിട്ട് എന്ത് ചെയ്യാറുള്ളൂ? അവര് വേർപിരിയാറുള്ളൂ. സുമ്മ യുസല്ലിമു അഹദുഹുമാ അലൽ ആഖർ. എന്നിട്ട് സദസ്സിൽ നിന്ന് അവർ വേർപിരിയുമ്പോൾ, അവരുടെ കൂടിക്കാഴ്ചയിൽ നിന്ന് അവർ പിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും സലാം പുതുക്കിക്കൊണ്ടവർ മടങ്ങും. നോക്കൂ നിങ്ങൾ, സ്വഹാബത്ത് ഇത്രയും പ്രാധാന്യത്തോടെ കൊണ്ടു നടന്ന സൂറത്താണിത്, സൂറത്തുൽ അസ്ർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ പലർക്കും അതിൻ്റെ അർത്ഥം വരാറില്ല. നമ്മൾ ഗഫലത്തിലാണ് ഈ സൂറത്തിനെ പറ്റി. അത്രമേൽ ശ്രേഷ്ഠമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണിത്. ഇത് മരിച്ചുപോയൊരു സുന്നത്താണ്, നമ്മൾ ഹയാത്താക്കണം. നമ്മൾ മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ, നമ്മൾ ദീനി സുഹൃത്തുക്കൾ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ, നമ്മൾ വിശേഷമൊക്കെ ചോദിച്ച് നാട്ടുവർത്താനം പറഞ്ഞ് പിരിയുന്നതിന് മുമ്പായി സൂറത്തുൽ അസ്ർ ഓതി അവസാനം വരെ ഓതി വസിയത്ത് കൈമാറിപ്പോണം. ഇത് സ്വഹാബികളുടെ സുന്നത്തായിരുന്നു. ഇത് അർത്ഥം അറിയാത്തവന് വെറുതെ ഓതി കൊടുത്തിട്ട് കാര്യമില്ല. അർത്ഥം പഠിക്കണം ആദ്യം, എന്നാലും നമുക്ക് ഓർമ്മ വരും. എപ്പോഴും നോക്കൂ നിങ്ങൾ, എപ്പോൾ കണ്ടുമുട്ടിയാലും മുസ്ലിമീങ്ങൾ തമ്മിൽ ഇത് പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉണ്ടാകണം, അതിന് ഇൽമ നേടണം, വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹായ അമലെടുക്കണം, വതവാസൗ ബിൽ ഹഖ്, ആ ഹക്ക് നമ്മളെ തറവാട്ട് വകയല്ല, നമ്മളാരും കുടുംബസ്വത്തല്ല, അത് കഴിയുന്നവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം, നമ്മളതിനെ ത്യാഗം സഹിക്കണം. വതവാസൗ ബിസ്സബ്ർ, ഈ മാർഗത്തിലൂടെ ക്ഷമ അവലംബിക്കണം, ക്ഷമ ഇല്ലാത്തവർക്കൊന്നും നേടാൻ സാധിക്കില്ല. ഇതിങ്ങനെ ഓർമ്മപ്പെടുത്താണ്. ഇല്ലെങ്കിൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇതില്ലാത്ത മനുഷ്യന്മാരൊക്കെ നഷ്ടത്തിലാണ്, നാശത്തിലാണ്. അള്ളാഹ് സത്യം ചെയ്ത് പറയണം, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇതിങ്ങനെ അടിക്കടി ആവർത്തിച്ച് ഇതിന്റെ ആശയം അതുകൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുകയാണെങ്കിൽ, അത് ചിന്തിക്കുകയാണെങ്കിൽ, ഓരോ മുസ്ലിമിനും അവന്റെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് സ്വഹാബത്ത് ഈ സൂറത്തിന് ഇങ്ങനെ ഏറ്റെടുത്തത്. ഇത് നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു സുന്നത്താണ്. മോനെ ശ്രദ്ധിക്കണില്ലേ അവിടെ? ശരി. ഈ അസറിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു പാഠം, നമ്മൾ പലരും കണ്ടുമുട്ടുമ്പോൾ സലാം പറയാറുണ്ട്, അല്ലേ? നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സലാം പറയുന്നുണ്ട്. പക്ഷേ പിരിഞ്ഞു പോകുമ്പോൾ സലാം പറയലിൽ പലരും അശ്രദ്ധയിലാണ്. കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്ന അത്ര പ്രാധാന്യം പിരിഞ്ഞു പോകുമ്പോൾ സലാം പറയുന്നതിൽ നമ്മൾ കാണിക്കാറില്ല. രണ്ടാളുകൾ തമ്മിൽ അല്ലെങ്കിൽ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ നമ്മൾ സലാം പറയുന്നത് ശ്രദ്ധിക്കാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന പാഠം ഈ അസറിലുണ്ട്. മഹാനായ അബൂ മദീന ദാരിമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, സഹാബികൾ കണ്ടുമുട്ടിയാൽ അവരെന്തായാലും സലാം പറയും, അത് സംശയമില്ല. എന്നിട്ട് ഈ സൂറത്ത് കൊണ്ട് പരസ്പരം വസിയത്ത് കൈമാറി സൂറത്തുൽ അസ്ർ ആദ്യം മുതൽ അവസാനം വരെ ഓതി അതിലെ പാഠങ്ങൾ ഓർമ്മിപ്പിച്ച് അവർ പിരിയുമ്പോൾ വീണ്ടും സുമ്മ യുസല്ലിം, പിന്നെയും അവർ സലാം ആവർത്തിക്കാറുണ്ടായി. അപ്പൊ കണ്ടുമുട്ടുന്നതിനേക്കാൾ ചില പണ്ഡിതന്മാർ പറയുന്നു, കണ്ടുമുട്ടുമ്പോൾ പറയുന്ന സലാമിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിരിഞ്ഞു പോകുമ്പോഴുള്ള സലാമാണ്. കാരണം പിരിഞ്ഞു പോകുമ്പോഴാണ് സലാം അവർക്ക് കൂടുതൽ ആവശ്യം. എന്താണ് സലാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും അവനിൽ നിന്നുള്ള ബറക്കത്തും റഹ്മത്തും നിനക്കുണ്ടാകട്ടെ. ഇനി പിരിഞ്ഞു പോയി നമ്മൾ ഇനി എപ്പോഴാണ് കണ്ടുമുട്ടുമെന്ന് അറിയില്ല. അതിനിടയിൽ
ഇനി അടുത്ത കൂടിക്കാഴ്ചക്ക് മുമ്പായി അതുവരെ നിനക്കെല്ലാ റഹ്മത്തും ബറക്കത്തും അല്ലാഹുവിൽ നിന്നുള്ള സലാമും ഉണ്ടാകട്ടെ. അപ്പോഴാണ് അതിനേക്കാൾ കൂടുതൽ ആവശ്യം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്ത് കൂടിയാണ്. ശരി സഹോദരങ്ങളെ, ഇവിടെ ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ ഒരു പാഠം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ അത് സൂചിപ്പിച്ചു. 2 മാർഗമേ നമുക്കുള്ളൂ ജീവിതത്തിൽ. ഒന്ന്, സൂറത്തുൽ അസ്റിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഖസാറ ലഫി ഖുസ്ർ, പരാജയത്തിന്റെ വഴി ഖസാറ. 2, നജാത്ത്, വിജയത്തിന്റെ രക്ഷയുടെ വഴി. ഇതല്ലാത്ത മൂന്നാമതൊരു വഴിയുണ്ടോ? ഒന്നെങ്കിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ, ഒന്നെങ്കിൽ ജയം അല്ലെങ്കിൽ പരാജയം, ഒന്നെങ്കിൽ സൗഭാഗ്യം അല്ലെങ്കിൽ ദുർഭാഗ്യം, ഒന്നെങ്കിൽ സന്മാർഗം അല്ലെങ്കിൽ വഴികേട്. ഈ രണ്ടിനുമിടയിലുള്ള ഏതെങ്കിലും ഒരു വഴിയുണ്ടോ? ഇല്ല. ഇതിലേതിലേക്കാണ് നമ്മൾ കാലെടുത്തു വെക്കേണ്ടത്, ഏതാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. വഹദൈനാഹു നജ്ദൈൻ, നിങ്ങൾക്കിതാ 2 വ്യക്തമായ വഴികൾ നാം അറിയിച്ചു തന്നിട്ടുണ്ട്. ഈ 2 മാർഗത്തിൽ ഏത് തിരഞ്ഞെടുക്കും എന്നതാണ് നമ്മുടെ ജീവിതം കൊണ്ടുള്ള പരീക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് നമുക്ക് ഈ ജീവിതം കൊണ്ട് പരീക്ഷണമായി നൽകിയിട്ടുള്ളത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ഈ ജീവിതത്തിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയാൻ. അപ്പൊ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്, ഷെയ്ഖ് സ്വാലിഹ് സിന്ദി ഹഫിളഹുല്ലാ അദ്ദേഹം പറയാണ്, മാ ഖലഖന അല്ലാഹു ലിതആമിൻ, അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് ഭക്ഷണം കഴിക്കാനല്ല, വലാ ലിശറാബിൻ, കുടിക്കാനല്ല, വലാ ഖലഖന അല്ലാഹു ലിശഹാദാത്തിൻ, അതല്ലെങ്കിൽ ദുനിയാവിന്റെ വിജ്ഞാനീയങ്ങൾ പഠിച്ച് വലിയ സർട്ടിഫിക്കറ്റുകൾ നേടാനല്ല, വലാ ഖലഖന അല്ലാഹു ലിവളാഇഫിൻ, വലിയ ശമ്പളം കിട്ടുന്ന ജോലികൾ സമ്പാദിക്കാനല്ല, വലാ ഖലഖന അല്ലാഹു ലിസിവാജിൻ, വിവാഹം കഴിക്കാനല്ല, കുട്ടികൾ ഉണ്ടാകാനല്ല, വലാ ലിതിജാറത്തിൻ, കച്ചവടം ചെയ്യാനല്ല, ദുനിയാവ് സമ്പാദിക്കാനല്ല, ദുനിയാവിലെ ഒന്നിനും വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് സൂറത്തുൽ അസ്റിൽ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാനാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എന്നാൽ ഈ ദുനിയാവിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ടേ? ഭക്ഷണം കഴിക്കലും സമ്പാദിക്കലും വിവാഹം കഴിക്കലും സന്താനങ്ങൾ ഉണ്ടാകൽ വേണ്ടേ? വേണം. അതൊക്കെ ഉമൂറുൻ തബഇയ്യ സാനവിയ, പണ്ഡിതന്മാർ പറയുന്നു അതൊക്കെ നമുക്ക് സെക്കൻഡറിയാണ്. പ്രൈമറി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ഈമാൻ കൈക്കൊണ്ട് സ്വാലിഹായ അമലനുഷ്ഠിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി ദുനിയാവിൽ പണിയെടുക്കുക. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ പറഞ്ഞ ജോലിയും സമ്പാദ്യവും തീറ്റയും കുടിയും വിവാഹവും മക്കളും സന്താനങ്ങളും അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് സഹായകമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നിശ്ചയിച്ചത്. ഇതാണ് സൂറത്തുൽ അസ്ർ നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ മറ്റൊരു പാഠം. അതാണ് രക്ഷയുടെ മാർഗം. ഈ മാർഗത്തിൽ കാലെടുത്തു വെച്ചാൽ നമ്മൾ രക്ഷപ്പെടും, ഇല്ലെങ്കിലോ ശിക്ഷയുടെയും പരാജയത്തിന്റെയും മാർഗമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ മത്തിന് വായിക്കോ? ബാക്കി എന്താണ് മത്തിനുള്ളത്, നമ്മുടെ ടെക്സ്റ്റിലുള്ളത്? ഫംവൽ. അപ്പൊ മസാഇൽ അർബ നമ്മൾ ചർച്ച ചെയ്തു. അതിനുള്ള തെളിവായി സൂറത്തുൽ അസ്ർ നമ്മൾ പറഞ്ഞു. സൂറത്തുൽ അസ്റിനെ പറ്റി ഇമാം ശാഫിഈ റഹിമഹുള്ള പറഞ്ഞ വാക്കും നമ്മൾ വിശദീകരിച്ചു. അടുത്തതായി نعم وقال البخاري رحمه الله تعالى باب العلم قبل القول والعمل. نعم الدليل أيوة അതിനുള്ള തെളിവ് فاعلم أنه لا إله إلا الله واستغفر لذنبك فبدأ بالعلم قبل القول والعمل. അപ്പോൾ 4 മസ്അലകൾ അദ്ദേഹം ആദ്യം എണ്ണി പറഞ്ഞു. അതിനുള്ള തെളിവായി അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ അസ്ർ സൂചിപ്പിച്ചു. പിന്നെ മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വാചകം, ആ സൂറത്തിനെ പറ്റി പറഞ്ഞ വാചകം സൂചിപ്പിച്ചു. പിന്നീട് വഖാലൽ ബുഖാരി റഹിമഹുല്ലാ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഇമാമിയങ്ങളിൽ മഹാനായ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഖുർആൻ കഴിഞ്ഞാൽ അസഹുൽ കുതുബിൽ മുസന്നഫ എന്ന് പണ്ഡിതന്മാർ വിശേഷിച്ച ഖുർആനിന് ശേഷം
രചിക്കപ്പെട്ട മനുഷ്യന്മാർ രചിച്ചിട്ടുള്ള കിതാബുകളിൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവാണ് ഖുർആൻ അവതരിപ്പിച്ചത്, അത് മനുഷ്യന്റെ വാക്കല്ല. എന്നാൽ മനുഷ്യന്മാർ രചിച്ചിട്ടുള്ള കിതാബുകളിൽ, മനുഷ്യന്മാർ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സ്വഹീഹായ, ശരിയായ, പ്രാമാണികമായ, സത്യസന്ധമായ കിതാബ് സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയിൽ ബുഖാരി എഴുതിണ്ടാക്കിയതല്ല ഹദീസുകൾ, മറിച്ച് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളാണ്. അത് അദ്ദേഹം ക്രോഡീകരിച്ചു എന്നതാണ്. അപ്പൊ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം ഓരോ ഹദീസുകളും അതിന്റെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിൽ ചർച്ച ചെയ്യുന്ന ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യായങ്ങളായിട്ടാണ് ക്രോഡീകരിച്ചത്. അങ്ങനെ ഓരോ അധ്യായത്തിനും ഓരോ പേര് വെക്കും, ഓരോ ബാബിനും ഓരോ പേരുണ്ടാകും. അതിന് താഴെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അദ്ദേഹം കൊണ്ടുവരും. ഇങ്ങനെ ഇമാം അൽ ബുഖാരി, ആരാണ് ഇമാം ബുഖാരി? ഇമാം ബുഖാരി അൽ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അൽ ജഅഫി റഹിമഹുല്ലാഹു തആല. ബുഖാറയിലാണ് അദ്ദേഹത്തിന്റെ നാട്, ബുഖാറയിലാണ്. അവിടേക്ക് ചേർത്തിയാണ് അൽ ബുഖാരി എന്ന അദ്ദേഹത്തിന് പേര് കിട്ടിയത്. ഹിജ്റ 194 അദ്ദേഹം ജനിച്ചത്. ഹിജ്റ 256 മരണപ്പെട്ടത്. 62 വയസ്സായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ. സ്വഹീഹുൽ ബുഖാരിയാണ് ഇസ്ലാമിക ലോകത്ത് ഖുർആനിന് ശേഷം മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമിന്റെ പ്രമാണമായി അവലംബിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമായ സ്വഹീഹുൽ ബുഖാരിയുടെ ഗ്രന്ഥരചയിതാവാണ് അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ല. അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായത്തിന് പേര് നൽകി, ഒരു ബാബിന്. വഖാല അൽ ബുഖാരി റഹിമഹുല്ല, ഇമാം ബുഖാരി റഹിമഹുല്ല പറഞ്ഞു, എവിടെ? സ്വഹീഹുൽ ബുഖാരി അദ്ദേഹത്തിന്റെ കിതാബിൽ. ബാബുൻ, അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായത്തിന് കൊടുത്ത പേരാണ് ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. വാക്കിനും പ്രവർത്തിക്കും മുമ്പ് അറിവുണ്ടായിരിക്കണം എന്ന അധ്യായം. അങ്ങനെ ഒരു അധ്യായമുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ. നമ്മൾ എന്തെങ്കിലും വാക്ക് പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് അതിനെപ്പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം. ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. വാക്കിനും പ്രവർത്തിക്കും മുമ്പ് അറിവുണ്ടായിരിക്കണം. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി റഹിമഹുല്ല ഈ തലക്കെട്ട് കൊടുത്തതിന് ശേഷം ഇമാം ബുഖാരി റഹിമഹുല്ല പറയുന്നു, വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ്, ഞാൻ ഈ പറഞ്ഞ വാക്കിനും പ്രവർത്തിക്കും മുമ്പ് അറിവുണ്ടായിരിക്കണം, ഇതെന്റെ വകയല്ല, മറിച്ച് അതിന് തെളിവ് വേണം. അതിനുള്ള തെളിവ് ഇതാ, മുസ്ലിം ഉമ്മത്തിന് അദ്ദേഹം തെളിവ് പഠിപ്പിക്കണം. വദ്ദലീലു ഖൗലുഹു തആല, അള്ളാന്റെ വാക്ക്. നേരത്തെ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല 4 മസ്അലകൾ ചർച്ച ചെയ്തപ്പോഴും അതിന്റെ വകയല്ല. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് ഇതാ, അള്ളാന്റെ വാക്ക്. ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിൽ ഈ അധ്യായം കൊടുത്തിട്ട് പറയാണ്, അതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ വാക്ക്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാമിങ്ങൾക്ക് അവരുടെ വാക്കുകൾ പറയാൻ അള്ളാഹുവിന്റെ തെളിവ് ആവശ്യമാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാന്റെ റസൂൽ പറഞ്ഞു. ഇവിടുത്തെ മല്ലമാർക്കോ ഇവിടുത്തെ പണ്ഡിത വേഷധാരികൾക്കോ അവരുടെ ഹവ, അവരുടെ വായിൽ തോന്നിവാസം തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ കുരുത്തക്കേട് തട്ടുന്നതാണ് മറുപടി. തെളിവ് ചോദിക്കാൻ പാടില്ല. മൊയ്ലേര് പറയും, തൊണ്ട തൊടാതെ വിഴുകിക്കൊള്ളണം. ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ദീനിന്റെ അവസ്ഥ ഇന്നത്തെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമ്മുടെ ഇമാമിങ്ങളുടെ പാരമ്പര്യമല്ല, ഇത് അഹ്ലുസുന്നയുടെ പാരമ്പര്യമല്ല. ഇമാം ബുഖാരി റഹിമഹുല്ല വാക്കിനും പ്രവർത്തിക്കും മുമ്പ് അറിവുണ്ടായിരിക്കണമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം രചിച്ച കിതാബിൽ തലക്കെട്ട് കൊടുത്തതിനു ശേഷം പറയുന്നു, വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള ദലീൽ, തെളിവ് അള്ളാന്റെ വാക്കാണ്. ഇസ്ലാം തെളിവിന്റെ ദീനാണ്. വായത്തോന്നിയത് കോതക്ക് പാടാനുള്ള ദീനല്ല ഇസ്ലാം ദീൻ. തെളിവുകൾ കൊണ്ട് സമ്പന്നമായ ദീനാണ്. ഇസ്ലാമിന്റെ പാരമ്പര്യം അതാണ്. ശരിയായ ഇസ്ലാം അവിടെയാണ്. തെളിവുകൾ കൊണ്ട് സമ്പന്നമാണ് ഇസ്ലാം ദീനിന്റെ അടിത്തറകളും അതിന്റെ ഓരോ വിഷയങ്ങളും. അള്ളാഹു അതിനുള്ള തൗഫീഖ്, അത് മനസ്സിലാക്കി പഠിക്കാൻ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സമയായോ? ഇല്ല. എന്നിട്ട് അദ്ദേഹം തെളിവ് പറയാണ് ഈ പറഞ്ഞ കാര്യത്തിന്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത് അദ്ദേഹം തെളിവായി കൊണ്ടുവരാൻ. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകമാണിത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്നത് അറിയുക, പഠിക്കുക. താങ്കൾ അതിനെപ്പറ്റി ഇൽമു നേടുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. നബിയോടാണ് ഈ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന നബിയോട്. ഇതെപ്പോഴും ഈ ആയത്ത് ഇറങ്ങുന്നത്? മദീനയിൽ വെച്ച് ഹിജ്റക്ക് ശേഷം ഇറങ്ങുന്ന ആയത്താണത്. ഹിജ്റക്ക് ശേഷം ഇറങ്ങുന്ന ആയത്താണ്. 12 വർഷം 13 വർഷക്കാലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് ആളുകളെ ക്ഷണിച്ചത്.
അതിനുവേണ്ടിയാണ് മദീനയിലേക്ക് ഹിജറ പോയി. എന്നിട്ട് മദീനത്ത് വെച്ച് ഇറങ്ങുന്ന ഹിജറക്ക് ശേഷം ഇറങ്ങുന്ന ആയത്തിലും അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നീ പഠിക്കുക, അറിയുക, മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിനാകമാനമുള്ള പാഠമാണ്. നബിക്ക് അറിയാനിട്ടാണോ അത്? അല്ല. മുസ്ലിം ഉമ്മത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചുകൊണ്ടേയിരിക്കണം, തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണം, അഖീദ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കിതാബ് പഠിക്കുന്നതെല്ലാം. പല ആളുകൾക്ക് ഇത് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാനോ, എന്താ പയ്യിൽ കൂടുതൽ പഠിക്കാനുള്ളത്? തൗഹീദ് പഠിക്കാൻ. നമുക്കറിയാത്ത തൗഹീദോ? ഏത് കാലത്ത് ഞാൻ മുജാഹിദായതോടോ? ഏത് കാലത്ത് ഈ നാട്ടിലെ ആദ്യത്തെ മുവഹിദാണ് ഞാൻ. സർവീസും പാരമ്പര്യം പറയാൻ എന്തു പഠിക്കാനാണ്? നബിയോടാ പറയുന്നത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ നിങ്ങൾ. അപ്പൊ ആദ്യം പഠിക്കണമെന്ന് അല്ലാഹു പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം, അറിയണം. അപ്പൊ ആദ്യം ഇൽമു കൊണ്ട് ആരംഭിച്ചു. ഫബദഅ ബിൽ ഇൽമി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഇൽമു കൊണ്ട് ആരംഭിച്ചു. ഫഅലം പഠിക്കണം, ഇൽമു നേടണം. വസ്തഗ്ഫിർ ലിദംബിക്. പിന്നെയാണ് അമൽ ചെയ്യാൻ പറഞ്ഞത്. എന്താണ് അമൽ? വസ്തഗ്ഫിർ ലിദംബിക്. നിന്റെ തിന്മകൾക്ക് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇസ്തിഗ്ഫാർ എന്നുള്ളത് അമലാണ്, ഖൗലാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ നാവ് കൊണ്ട് പറയുന്നത് വാക്കാണ്, ഖൗലാണ്. മനസ്സിൽ തിന്മ ചെയ്യാനുള്ള ആശയും പൂതിയും വെച്ച് നസറാനികൾ കുമ്പസരിക്കുന്നത് പോലെ, അല്ല, അടുത്ത തിന്മ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ കാല തിന്മകളൊക്കെ കുമ്പസരിച്ചു പോകും പള്ളിയിലച്ഛന്റെ കൂട്ടിൽ പോയി സ്വകാര്യമായി. ഇതാണോ മുസ്ലിം ഉമ്മത്തിന്റെ തൗബയും ഇസ്തിഗ്ഫാറും? നാവ് കൊണ്ട് മാത്രം ഒതുക്കുന്നതാണോ? അല്ല. തിന്മകൾ മനസ്സിൽ നിന്ന് വേരോടെ പിഴുതെറിയണം. ഇനി ഒരിക്കലും പോകില്ല എന്ന് ഉറപ്പിക്കണം. ആരോടെങ്കിലും ചെയ്ത ദുൽമാണെങ്കിൽ അത് പൊരുത്തപ്പെടുവിക്കണം. ചെയ്ത തിന്മയുടെ മേൽ അതിയായ ഖേദമുണ്ടാകണം. ഇങ്ങനെ കൽബും ശരീരവും തിന്മകളോട് കാലാകാലം അകലം പാലിച്ച് നന്മകളിൽ മുന്നേറുന്ന അവസ്ഥയുണ്ടാക്കി എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലല്ലാഹ് എന്ന് പറയണം. അപ്പൊ ഇസ്തിഗ്ഫാറിൽ ഖൗലും അമലും സമ്മേളിക്കുന്നുണ്ട്, വാക്കും പ്രവൃത്തിയുമുണ്ട് ഇസ്തിഗ്ഫാറിൽ. മനസ്സിലായില്ലേ? വസ്തഗ്ഫിർ ലിദംബിക എന്ന് പറയുന്നിടത്ത് ഖൗലുമുണ്ട് അമലുമുണ്ട്. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഫബദഅ ബിൽ ഇൽമി, അറിവ് കൊണ്ട് തുടങ്ങി. ഏതാണ് അറിവ് കൊണ്ട് തുടങ്ങിയ ഭാഗം? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നീ അറിയണം. വസ്തഗ്ഫിർ ലിദംബിക്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചറിഞ്ഞോനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അത് മറ്റൊരു പാടാണ്. അല്ലാഹു ആരാണ്? അവൻ പൊറുക്കുന്നവനാണ്, അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അവൻ റഹീമാണ്, അവൻ റഹ്മാനാണ്, അവൻ ഗഫൂറാണ്, അവൻ വദൂദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തിന്മ ചെയ്ത് തൗബ ചെയ്യുന്ന അടിമയുടെ തൗബ കൊണ്ട് സന്തോഷിക്കുന്നവനാണ് അവൻ. ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് പൊറുക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, പാപമോചനം നൽകുന്ന കരുണാനിധിയായ ഒരു റബ്ബുണ്ട് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചറിയാത്തവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന് മാത്രമേ എന്റെ പാപമോചനത്തിന് വേണ്ടിയുള്ള കരങ്ങൾ നീട്ടാവൂ. ഖുൽ ബിയദി ഖല്ലത ഹീലതി എന്ന് അള്ളാന്റെ റസൂലിനോടോ മറ്റേതെങ്കിലും സൃഷ്ടികളോടോ അല്ല പറയാ. ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വ അദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് നബിയോടല്ല പാപമോചനത്തിന് വേണ്ടി തേടുക, അള്ളാഹിനോട് മാത്രം. അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ. പാപമോചന തേട്ടം ദുആ അത് ഇബാദത്താണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായ ആരുമില്ല എന്ന് ഞാൻ അറിയുന്നുവെങ്കിൽ, അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അവൻ അള്ളാഹിനോട് മാത്രമേ തേടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ പൊറുക്കാൻ വേണ്ടി ചോദിക്കുള്ളൂ. തിന്മകൾ ചെയ്തതിന്റെ ആവലാതി ബോധിപ്പിക്കുക അള്ളാഹിനോട് മാത്രമായിരിക്കും. അതറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പാഠം കൂടി ഈ ആയത്തിലുണ്ട്. അതുകൊണ്ട് അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് വാക്കിനും പ്രവർത്തിക്കും മുമ്പ് ഇൽമു കൊണ്ട് ആരംഭിക്കണം, ഇൽമുണ്ടാകണം എന്നതിന് തെളിവായി കൊണ്ടുവന്ന ആയത്ത് ഇതാണ്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഫബദഅ ബിൽ ഇൽമി, ഇൽമു കൊണ്ട് തുടങ്ങി, ഖബലൽ ഖൗലി വൽ അമൽ, വാക്കിനും പ്രവർത്തിക്കും മുമ്പ്. അപ്പൊ ഏതൊരു വാക്കും ഏതൊരു പ്രവൃത്തിയും ദീനിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനു മുമ്പ് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകണം, നിർബന്ധമാണ്. ദീൻ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ടോ, ദീനിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ, അതിനു മുമ്പ് അതിനെപ്പറ്റിയുള്ള ഇൽമുണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കരുത്. തെളിവില്ലാത്ത, അറിവില്ലാത്ത ഒരു കാര്യം ദീനിൽ പ്രവർത്തിക്കാൻ നിൽക്കരുത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചറിഞ്ഞ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. വസ്തഗ്ഫിർ ലിദംബിക, അവിടെ ഫഅലം എന്നുള്ളിടത്ത് ആദ്യം ഇൽമുണ്ടാകണമെന്ന് നിങ്ങൾ തെളിവ് കിട്ടും. പിന്നെയാണ് ഇസ്തിഗ്ഫാർ പറഞ്ഞത്.
ഇൽമ് നേടിയിട്ടാണ് പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ് പൊറുക്കുന്ന റബ്ബുണ്ട് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിച്ചറിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. പഠിക്കാത്ത അള്ളാഹിനെ കുറിച്ച് അറിയാത്തവന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ സാധിക്കുകയില്ല. ഇതാണ് അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരി, ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ആദ്യം നമ്മൾ ചർച്ച ചെയ്ത അൽ മസാഇൽ അൽ അർബഅ എന്ന ഈ കിതാബിന്റെ ആദ്യത്തെ ഭാഗം അവസാനിപ്പിച്ചു, കൺക്ലൂഡ് ചെയ്തു. നമ്മൾ പറഞ്ഞു ഈ കിതാബിന് 5 ഭാഗമുണ്ട് അല്ലെ. ഒന്നാമത്തെ ഭാഗം സൂറത്തുൽ അസ്റിൽ ചർച്ച ചെയ്യുന്ന അൽ മസാഇൽ അർബഅ, രണ്ടാമത്തെ ഭാഗം അൽ മസാഇലു സലാസ. അപ്പൊ ആദ്യത്തെ ഭാഗമായ അൽ മസാഇലുൽ അർബഅ സൂറത്തുൽ അസ്റിൽ ചർച്ച ചെയ്തിട്ടുള്ള ആ 4 കാര്യങ്ങൾ ഇതോടുകൂടി ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ വാക്കോടുകൂടി ഷെയ്ഖ് കൺക്ലൂഡ് ചെയ്തു, അവസാനിപ്പിച്ചു. ഇനി തുടങ്ങുന്നത് പുതിയ 3 മസ്അലകളാണ്. അതാണ് അടുത്ത വാചകം. വായിക്കോനെ അബ്ദുറഹ്മാൻ. അയ്യോ വൽ അമലു ബിഹിന്ന യഅലം റഹിമകല്ലാഹ്. ഈ മസ്അല തുടങ്ങുമ്പോഴും ഷെയ്ഖ് വായിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാണ്. യഅലം, നീ പഠിക്കണം, നീ അറിയണം. റഹിമകല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ, അള്ളാഹു നിനക്ക് കരുണ നൽകട്ടെ. അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, ഓരോ മുസ്ലിമായ സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് തഅല്ലുമു ഹാദിഹി അൽ മസാഇൽ, ഇനി പറയാൻ പോകുന്ന 3 മസ്അലകൾ പഠിക്കൽ, വൽ അമലു ബിഹിന്ന, അതനുസരിച്ച് പ്രവർത്തിക്കലും. ഇനി പറയാൻ പോകുന്ന 3 മസ്അലകൾ പഠിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും എല്ലാ മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും നിർബന്ധമാണ്. ഈ കിതാബ് ഒന്ന് ഓതുന്നവർക്ക് മാത്രമല്ല, ഈ കിതാബ് എഴുതിയവർക്കല്ല, ഈ കിതാബ് വായിക്കാൻ അറിയുന്നവർക്കല്ല, മറിച്ച് എല്ലാ മുസ്ലിമായ സ്ത്രീക്കും പുരുഷനും ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ പഠിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും നിർബന്ധമാണ്. അൽ ഊല, വായിക്കും, ഇഖ്റ, ഉറക്കെ വായിക്കും. അൽ ഊല دخل الجنة ومن أصاه. അയ്യോ, ഒന്നാമത്തെ കാര്യം, ഈ പറയാൻ പോകുന്ന 3 മസ്അലകളിൽ 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അൽ ഊല അന്നല്ലാഹ ഖലഖന. അതിലെ എല്ലാ അക്ഷരങ്ങൾക്കും ഫത്ഹാണ്, അങ്ങനെയാണ് വായിക്കേണ്ടത്. അന്നല്ലാഹ ഖലഖന, ഖലഖന എന്നല്ല വായിക്കേണ്ടത്, ഖലഖന. വറസഖന, അവിടെയും എല്ലാ അക്ഷരങ്ങൾക്കും ഫത്ഹാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. അന്നല്ലാഹ ഖലഖന വറസഖന, അല്ലാഹു നമുക്ക് റിസ്ക് നൽകിയിരിക്കുന്നു, നമുക്ക് ഉപജീവനം നൽകിയിരിക്കുന്നു, ദുനിയാവിൽ ആവശ്യമുള്ളതെല്ലാം അവൻ നൽകിയിരിക്കുന്നു. വലം യത്രുക്നാ ഹമല, അവൻ നമ്മെ വെറുതെ വിട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, റിസ്ക് നൽകി, നിങ്ങളെ പാടായി വെറുതെ നമ്മൾ കൈയച്ചു വിട്ടോ? ഇല്ല. വലം യത്രുക്നാ ഹമല, അള്ളാഹു നമ്മെ വെറുതെ ഉപേക്ഷിച്ചിട്ടില്ല. ഇതിൽ ഓരോ വാചകം നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. മറിച്ച് ബൽ അർസല ഇലൈനാ റസൂല, നമ്മിലേക്ക് റസൂലിനെ അയക്കുകയുണ്ടായി, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ അതാഅഹു ദഖലൽ ജന്ന, ആരാണോ ആ റസൂലിനെ അനുസരിച്ചത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാഹു ദഖലൻ നാർ, ആരാണോ ആ റസൂലിനെ ധിക്കരിച്ചത് അവൻ നരകത്തിലും പ്രവേശിക്കുന്നതാണ്. ഇതാണ് ഷെയ്ഖ് പറയുന്ന ഒന്നാമത്തെ മസ്അല. നോക്കൂ നിങ്ങൾ, ഇവിടെ ആദ്യം നമ്മൾ മസാഇൽ അർബഅ ചർച്ച ചെയ്തു സൂറത്തുൽ അസ്റിലെ. പിന്നെ വീണ്ടും ഒരു 3 മസ്അല ഷെയ്ഖ് കൊണ്ടുവരാണ്. അപ്പൊ ആദ്യം നമ്മൾ ചർച്ച ചെയ്ത 4 കാര്യങ്ങൾ അത് മൊത്തത്തിൽ ഇസ്ലാമിനെ വലയം ചെയ്യുന്ന, ഇസ്ലാമിന്റെ ആകത്തുകയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ? ഇൽമു നേടി ഈമാനാക്കുക, സ്വാലിഹായ അമലനുഷ്ഠിക്കുക, അത് പരസ്പരം വസിയത്ത് ചെയ്യുക, ദഅവത്ത് ചെയ്യുക, ആ മാർഗത്തിലുടനീളം ക്ഷമിക്കുക. ഇത് ഇസ്ലാമിനെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ആമായ മസ്അലകളാണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന 3 കാര്യങ്ങൾ അത് പ്രത്യേകമായ ഖാസായ മസ്അലകളാണ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേക വശം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രത്യേകമായി സ്പെസിഫിക്കായി ചർച്ച ചെയ്യാൻ. നേരത്തെ പറഞ്ഞു പൊതുവാണ് മൊത്തത്തിൽ ഇസ്ലാമിന്, ഇവിടെ പറയുന്ന മസ്അലകൾ പ്രത്യേകമാണ്. നോക്കൂ നിങ്ങൾ,
ഈ മസ്അലകൾ എല്ലാ മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും പഠിക്കൽ നിർബന്ധമാണെന്നാണ് ശൈഖ് പറഞ്ഞത്. നിർബന്ധം. ഒരാളും പ്രായപൂർത്തിയായി മരിക്കുന്നതിന് മുമ്പ് ഇത് പഠിക്കാതെ അറിയാതെ ഇതനുസരിച്ച് പ്രവർത്തിക്കാതെ പോകരുത്. മുസ്ലിമാണെങ്കിൽ നിർബന്ധമാണ്. അപ്പൊ ഇതിന്റെ ഗൗരവം എത്രയായിരിക്കും? ഇത് ഇസ്ലാമിന്റെ അസ്ലാണ്, അസ്ലുദ്ദീൻ, ഇസ്ലാമിന്റെ അടിത്തറയാണ്. ഈ അസ്ലില്ലെങ്കിൽ അവൻ എന്ത് അമൽ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇത് പഠിക്കൽ പ്രായപൂർത്തിയായ മുക്കല്ലഫായ ശറഅന്റെ നിയമങ്ങൾ ബാധകമാകുന്ന എല്ലാവർക്കും നിർബന്ധമാണ്. ഇതിനെ വിശദീകരിക്കവേ മദീനത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന മസ്ജിദ് നബവിയിലെ മുദരിസായ ഷെയ്ഖ് സ്വാലിഹ് സിന്ദി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. ഇന്നത്തെ മുസ്ലിമീങ്ങൾ ഇതവരുടെ കൺമുമ്പിൽ സ്ഥാപിക്കട്ടെ. അവരുടെ വീടുകളിൽ കാണുന്ന ഭാഗങ്ങളിൽ ഇതവരെന്ത് ചെയ്യട്ടെ? ഈ പറയുന്ന ഈ 3 മസ്അലകൾ അവരെഴുതി കുറിച്ച് ഒട്ടിച്ചു വെക്കട്ടെ. എന്നും അവരത് കാണട്ടെ. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് ഈ പറയുന്ന വാചകങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയണം, ലഖ്തഫത് കസീറു മിൻ മളാഹിരി ശിർകി വൽ ഇബ്തിദാഇ വൽ മുഖാലഫതി ലിസുന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹയാതിഹിം വല്ലാഹുൽ മുസ്തആൻ. ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ കാണുന്ന സകല ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തുകളും ദീനിന്റെ പേരിലുള്ള അനാചാരങ്ങളും മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. ഈ 3 മസ്അലകൾ മുസ്ലിം ഉമ്മത്ത് പഠിച്ചു നടപ്പിലാക്കുകയാണെങ്കിൽ, അവരുടെ ജീവിതത്തിന്റെ നിയമമായി അവരിത് സ്വീകരിക്കുകയാണെങ്കിൽ എന്ന് അദ്ദേഹം പറയാണ്. അപ്പത്രയും പ്രാധാന്യമുള്ള മഹത്തായ 3 മസ്അലകളാണിത്. നോക്കൂ നിങ്ങൾ, ഇതിൽ ആദ്യ വാചകം അന്നല്ലാഹ ഖലഖന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. വറസഖന, അല്ലാഹു നമുക്ക് റിസ്ക് നൽകിയിരിക്കുന്നു. വലം യത്രുക്ന ഹമല, അല്ലാഹു നമ്മെ വെറുതെ ഉപേക്ഷിച്ചിട്ടില്ല. ഫضل. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. സഹോദരങ്ങളെ, അപ്പോൾ ഈ 3 മസ്അലകൾ അത് ഇസ്ലാമിന്റെ അടിത്തറകളാണ്. ഏതൊരു മുസ്ലിമും മുസ്ലിമത്തും സ്ത്രീയും പുരുഷനും അവർ മുസ്ലിമാണോ ഇത് പഠിക്കലും അറിയലും അതനുസരിച്ച് പ്രവർത്തിക്കലും നിർബന്ധമാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ 3 മസ്അലകളിലൂടെ ഉദ്ദേശിക്കുന്നത്? അതിൽ ഒന്നാമത്തെ കാര്യം അന്നല്ലാഹ ഖലഖന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. വറസഖന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നൽകിയിരിക്കുന്നു. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ മസ്അലയിൽ, ഈ പറഞ്ഞ ഒന്നാമത്തെ മസ്അലയിൽ പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നു, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിന്റെ 2 ഇനങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അഖ്സാമു തൗഹീദാണ് ഈ 3 മസ്അലകളിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. തൗഹീദിന്റെ ഇനങ്ങൾ. തൗഹീദ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിനെ 3 ആയി തരംതിരിച്ചിട്ടുണ്ട്. തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. ഇതിൽ അന്നല്ലാഹ ഖലഖന വറസഖന വലം യത്രുക്ന ഹമല എന്ന് തുടങ്ങുന്ന ഈ ആദ്യത്തെ മസ്അലയിൽ തൗഹീദിന്റെ 2 ഇനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യയും മറ്റൊന്ന് തൗഹീദുൽ അസ്മാഇ വസിഫാത്തും. എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ? അല്ലാഹ് നമ്മളെ പടച്ചത്, അല്ലാഹ് നമ്മളെ ഖാലിഖ്, അല്ലാഹുവാണ് നമ്മുടെ റാസിഖ്, അല്ലാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നത്, അല്ലാഹുവാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, അല്ലാഹുവാണ് നമ്മെ മരിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിലുള്ള ഏകത്വം അത് അംഗീകരിക്കുക എന്നാണ് തൗഹീദുർ റുബൂബിയ്യ. അത് സാക്ഷാൽ മക്ക മുശ്രിക്കുകൾ അവർ അംഗീകരിച്ചിരുന്ന തൗഹീദിന്റെ ഒരു ഇനമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം അവർ മുസ്ലിങ്ങളായോ? ഇല്ല. ഇൻഷാ അല്ലാഹ് തൗഹീദുൽ ഉലൂഹിയയിലേക്ക് നമ്മൾ വരും. തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന് അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട്, അതിമനോഹരങ്ങളായ സാരസമ്പൂർണമായ വിശേഷണങ്ങളുണ്ട്. അത് അല്ലാഹുവിന് മാത്രം അർഹിക്കുന്നതാണ്. അല്ലാഹു ഖാലിഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രം, വേറെ ആരെങ്കിലും ഉണ്ടോ അതിൽ? അള്ളാഹിന്റെ സൃഷ്ടിപ്പിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുദബ്ബിറാണെന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്ന അല്ലാഹു മാത്രം. പിന്നെ അമ്പർത്ത തങ്ങൾക്കും CM മടവൂരിനും അതിൽ പങ്കുണ്ടോ? ഇല്ല.
അള്ളാഹുവിന്റെ നാമമാണ് അൽ മുദബ്ബിർ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണമാണ് തദ്ബീർ. അള്ളാഹു സുബ്ഹാനഹു വതആല അശ്ശാഫി, രോഗത്തിന് ശമനം നൽകുന്ന അള്ളാഹു മാത്രമാണ്, അള്ളാഹിന്റെ വിശേഷണമാണ്. ജാറത്തിലെ മൂപ്പർക്ക് രോഗം മാറ്റാൻ കഴിവുണ്ടോ? ഉണ്ടോ? ഇല്ല. തങ്ങന്മാർക്കോ ബീവിമാർക്കോ ഹോജമാർക്കോ രോഗം മാറ്റാനുള്ള കഴിവുണ്ടോ? അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. ഇങ്ങനെ അള്ളാഹുവിന് പ്രത്യേകമായ നാമഗുണ വിശേഷണങ്ങൾ അതവന് മാത്രമാണ്, അതവന് മാത്രം വകവെച്ചു കൊടുക്കുക. ഇതാണ് എന്ത്? തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അള്ളാഹ്ക്ക് അത് വകവെച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ. നമ്മൾ അതിന് അർത്ഥം മാറ്റി പറയാൻ പാടില്ല. അതിങ്ങനെയാകും നമ്മൾ സങ്കല്പിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങളിൽ അവന്റെ സിഫാത്തുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിന് യദുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വലതുകരമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് കാൽപാദമുണ്ട്. ഇതൊക്കെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, അവന്റെ നുസൂലുണ്ടാകും. അവൻ അർശിൽ ഇസ്തിവാ ചെയ്യും, അർശിൽ അവൻ ആരോഹിതനാകും. ഇതൊക്കെ അള്ളാന്റെ വിശേഷണങ്ങളാണ്. ഇതെങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ടത്? കണ്ടോ, സലഫിയുടെ അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട്. ചിരിക്കുമ്പോൾ അള്ളാഹു തൗബ ചെയ്യുന്ന അടിമയുടെ തൗബ കൊണ്ട് അവൻ ചിരിക്കും, അള്ളാഹു കോപിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഈ വിശേഷണങ്ങൾ അത് മനുഷ്യന്മാരെ പോലെയാണ്, അള്ളാഹിനെ മനുഷ്യന്മാരെ പോലെയാക്കി, സൃഷ്ടികളെ പോലെയാക്കി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിക വർഗം അത്തരം സിഫാത്തുകളെ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അവരാ സിഫാത്തുകൾ അംഗീകരിക്കൂല. ഹദീസുകളിലും ആയത്തുകളിലും പ്രാമാണികമായി സ്ഥിരപ്പെട്ട ഈ വിശേഷണങ്ങൾ അവരവരുടെ ബുദ്ധി കൊണ്ടളന്ന് അവരതിനെ തള്ളും, നിഷേധിക്കും. അല്ലെങ്കിൽ അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്യുന്ന പറയുമ്പോൾ അള്ളാഹുവിന്റെ ഇസ്തിവാ അല്ല, അത് അള്ളാഹുവിന്റെ അധികാര ആരോഹണമാണത്. അള്ളാഹു ഒന്നാനാകാശത്തേക്ക് രാത്രിയുടെ അവസാനയാമമായി കഴിഞ്ഞാൽ ഇറങ്ങി വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ പറയും അത് അള്ളാഹ് ഇറങ്ങി വരുന്നതല്ല, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതാണെന്ന് പറയും. ഇങ്ങനെ അർത്ഥം മാറ്റാനോ ദുർവ്യാഖ്യാനിക്കാനോ നമുക്ക് പാടില്ല. അതിന് രൂപം പറയാൻ പാടില്ല, അതിനെ ഉപമിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അങ്ങനെ തന്നെ വിശ്വസിക്കുക. അള്ളാഹുവിന് എങ്ങനെ? അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്നത് പോലെ. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുകൂലമായ രൂപത്തിൽ അള്ളാഹു ഇറങ്ങും. അങ്ങനെ തന്നെ നമുക്കറിയില്ല അതിന്റെ രഹസ്യം എന്ന കാരണം കൊണ്ട് നമ്മളത് നിഷേധിക്കാനോ ദുർവ്യാഖ്യാനിക്കാനോ അതിന്റെ അർത്ഥം മാറ്റി പറയാനോ പാടില്ല. ഇങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ രീതി. മനസ്സിലായോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഈ രംഗത്തെ പഴച്ച ആളുകൾക്ക് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മറുപടി നൽകുമ്പോൾ വളരെ യുക്തിപരമായി ലോജിക്കലി അവർ നൽകിയൊരു മറുപടിയുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വൽ അർളു ജമീഅൻ ഖബ്ലതുഹു ഫി യൗമിൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി ആയത്താണ്. ഭൂമി മുഴുവൻ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ ഒരു പിടുത്തത്തിൽ ഒതുങ്ങും, ആകാശങ്ങൾ അവനവന്റെ വലതുകൈയിൽ ചുരുട്ടിപ്പിടിക്കും. ഇത് ആയത്തിൽ അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞതാണ്. അള്ളാഹുവിന് വലതു കരമുണ്ടെന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. ഇവർ പറയും സലഫികളുടെ പടച്ചോന് കൈയുണ്ട് മനുഷ്യന്മാരെ പോലെ. കണ്ടോ, മനുഷ്യന്മാരെ പോലെയാണ് അവർ, അള്ളാഹ് തടിയുണ്ട് കൈയുണ്ട് കാലുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കും. യഥാർത്ഥത്തിൽ ആയത്തുകളെയാണ് ഇവർ കളിയാക്കുന്നത്. എന്താണ് ഇവരങ്ങനെ കളിയാക്കാനും ഈ സിഫത്തുകൾ നിഷേധിക്കാനുള്ള കാരണം എന്താണ്? ഈ സിഫത്ത് അംഗീകരിച്ചാൽ അവരുടെ ഭാഷ്യം എന്താണ്? അള്ളാഹിനെ മനുഷ്യന്മാരെ പോലെയാക്കി, പടപ്പുകളെ പോലെയാക്കി എന്നാണ് അവരായത്തോതും. ലൈസ കമിസ്ലിഹി ഷൈഅ് എന്നല്ല അള്ളാഹ് പറഞ്ഞ്, അള്ളാഹിനെ പോലെയല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായ ആരുമില്ല എന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. നിങ്ങളത് അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹുവിന് കാൽപാദമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിനെ ആരെ പോലെയല്ല എന്നവൻ പറഞ്ഞ അള്ളാഹിനെ നിങ്ങൾ മനുഷ്യന്മാരെ പോലെയാക്കി, സൃഷ്ടികളെ പോലെയാക്കി എന്നവർ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. കണ്ടോ എന്താണ് ഇവർ ആദർശം, ആരാണ് ഇവർ അള്ളാഹ് എന്ന് പറഞ്ഞ് കളിയാക്കും. എന്താണുള്ള മറുപടി? നമ്മൾ പലരും കേട്ടിട്ടില്ല അങ്ങനത്തെ വർത്താനം. എന്താണുള്ള മറുപടി? മറുപടി ഇല്ലേ? അള്ളാഹു ചോദിച്ച പോലെ അതിന് യുക്തിപരമായ മറുപടി മഹാനായ ഷെയ്ഖ് സ്വാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ചോദ്യങ്ങൾ വിശകലനം ചെയ്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കൂട്ടരെ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ കയ്യും കാലും വിശേഷണങ്ങളുള്ളവർ വ്യത്യസ്ത രൂപത്തിലാണ്. എല്ലാവരും കൈ ഒരുപോലെയാണോ? എല്ലാവരെയും കാലൊരു പോട്ടെ. സൃഷ്ടികൾ മൃഗങ്ങളുടെ കൈ പോലെയാണോ മനുഷ്യന്മാരുടെ കൈ? പക്ഷികളുടെ കൈ പോലെയാണോ മൃഗങ്ങളുടെ കൈ? ആണോ? അപ്പൊ ഒരു പക്ഷിക്ക്, ഒരു നാൽക്കാലിക്ക് കാലുണ്ട്,
എന്ന് നമ്മൾ അംഗീകരിച്ചാൽ, മനുഷ്യനും കാലുണ്ട് എന്ന് നമ്മൾ വിസ്തരിച്ചാൽ, മനുഷ്യന്റെയും നാൽക്കാലിയുടെയും കാലൊരുപോലെയാണ്. കണ്ടോ, മനുഷ്യന് കാലുണ്ടെന്ന് പറയുന്നവരാണ് ഇവര്. നാൽക്കാലിന്റെ കാലിനെ പോലെ മനുഷ്യന്റെ കാലാക്കി. അതുകൊണ്ട് കാലം നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറയും നമ്മൾ. പക്ഷിക്ക് കൈയുണ്ട്, അല്ലെങ്കിൽ പക്ഷിക്ക് കാലുണ്ട്, പക്ഷിക്ക് കണ്ണുണ്ട്, മൃഗത്തിന് കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ, പക്ഷിക്ക് യോജിച്ച പക്ഷിയുടെ കണ്ണ് പോലെയാണോ മൃഗത്തിന്റെ കണ്ണ്? പക്ഷിയുടെ കാല് പോലെയാണോ മൃഗത്തിന്റെ കാല്? ഈ രണ്ട് സൃഷ്ടികളുടെയും കാലും കൈയും പോലെയാണോ നമ്മുടെ കൈയും കാലും? സൃഷ്ടികൾക്ക് തന്നെ മനുഷ്യന് യോജിച്ച രൂപത്തിൽ മനുഷ്യന്റെ അവയവങ്ങളും വിശേഷണങ്ങളും അവനുണ്ട്. ജന്തുജാലങ്ങൾക്ക് അതേ വിശേഷണങ്ങൾ ഉണ്ടാകും, അതുപോലെയുള്ള അവയവങ്ങൾ ഉണ്ടാകും, പക്ഷെ അവർക്ക് യോജിച്ച രൂപത്തിൽ. എങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുക? ഇവിടുത്തെ മിണ്ടാപ്രാണികൾക്കും നാൽക്കാലികൾക്കുമുള്ള അതേ വിശേഷണങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതുപോലെ നമ്മളാക്കി, കണ്ടോ മനുഷ്യനെ മൃഗത്തെ പോലെയാക്കി, പക്ഷിയെ പോലെയാക്കി നമ്മൾ പറയോ? ഇല്ല. കാരണം എന്താ? പക്ഷിക്കും മൃഗത്തിനും ജന്തുജാലങ്ങൾക്ക് അവർക്ക് യോജിച്ച രൂപത്തിൽ അവരുടെ വിശേഷണങ്ങളുണ്ട്. മനുഷ്യന് യോജിച്ച രൂപത്തിലുണ്ട്. ഇത് സൃഷ്ടികൾക്കിടയിൽ തന്നെ നമ്മൾ അംഗീകരിക്കുന്ന തത്വമാണ്, നമ്മളെ ബുദ്ധി സമ്മതിക്കുന്ന തത്വമാണ്, അല്ലേ? മനുഷ്യന് യോജിച്ച രൂപത്തിൽ അവരുടെ വിശേഷണങ്ങളുണ്ട്, സൃഷ്ടികൾക്ക് യോജിച്ച രൂപത്തിൽ അവർക്കുണ്ട്. എന്നാൽ ഒരു പടപ്പിനെ പോലെയും ഒരു സൃഷ്ടിയെപ്പോലും അല്ലാത്ത മഹാനായ റബ്ബ്, അതിമനോഹരമായ നാമഗുണ വിശേഷങ്ങളുടെ റബ്ബ്, അവന്റെ വിശേഷണങ്ങൾ അവന് യോജിച്ച രൂപത്തിൽ എന്ന് വിശ്വസിക്കലാണ് നമ്മളെ ബുദ്ധി അംഗീകരിക്കുന്ന തത്വം. അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലാത്തത്. മനസ്സിലായോ? ഇതാണ് അതിനുള്ള മറുപടി. അവന് യോജിച്ച രൂപത്തിൽ, അവന്റെ മഹത്വത്തിന് അനുഗുണമായ രൂപത്തിൽ. എന്താണ് അതിന്റെ രഹസ്യം? നമുക്കറിയില്ല. എന്താണ് അതെങ്ങനെ, എന്താണ് അതിന്റെ രൂപം, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ചോദിക്കാൻ വരെ പാടില്ല. കാരണം അത് അള്ളാഹു നമുക്ക് അറിയിച്ചു തരാത്ത രഹസ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മറച്ചുവെച്ച കാര്യമാണ്. അതിന്റെ രഹസ്യം ചെകയിൽ നമുക്ക് പാടില്ല. ഇതാണ് തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത് എന്ന തൗഹീദിന്റെ മൂന്നാമത്തെ ഇനത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന നമ്മുടെ അഖീദ ഇതാണ്. സഹോദരങ്ങളെ, ഞാൻ പെട്ടെന്ന് ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അന്നല്ലാഹ ഖലഖന വറസഖന വലം യത്രുക്ന ഹമല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു, അള്ളാഹു നമുക്ക് റിസ്ക് നൽകിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് വെറുതെ വിട്ടിട്ടില്ല. ഈ വാചകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, തൗഹീദിന്റെ രണ്ടിനങ്ങളും ഉൾക്കൊള്ളുന്നു. തൗഹീദുർ റുബൂബിയ്യയും തൗഹീദുൽ അസ്മാഇ വ സിഫാത്തും. തൗഹീദുർ റുബൂബിയ്യയിൽ ഉൾക്കൊള്ളുന്ന നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹ് നമുക്ക് റിസ്ക് നൽകുന്നത്. ശരി, സൃഷ്ടിച്ച അള്ളാഹുവിന്റെ വിശേഷണം എന്താണ്? അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ പേരെന്താണ്? അൽ ഖാലിഖ്. അത് അള്ളാഹുവിന്റെ ഖാലിഖ് എന്ന അള്ളാഹുവിന്റെ പേരാണ്. അൽ ഖൽഖ് എന്നത് അവന്റെ സിഫത്താണ്. അവിടെ തൗഹീദുൽ അസ്മാഇ വ സിഫാത്തുണ്ട്. വലം വറസഖന, അള്ളാഹു നമുക്ക് റിസ്ക് നൽകിയിരിക്കുന്നു. അള്ളാഹു റാസിഖാണ്, അള്ളാഹു റസാഖാണ്. അതിലുള്ള അവന്റെ സിഫത്ത് എന്താണ്? റിസ്ക് അല്ല. അത് പലർക്കും സംഭവിക്കുന്ന അബദ്ധാണ്. റിസ്ക് എന്നുള്ള അള്ളാന്റെ സിഫത്ത് റസ്ഖ്, റാഇന് ഫത്ഹായിട്ടാണ് വായിക്കേണ്ടത്. റസ്ഖ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. റിസ്ക് എന്നുള്ളത് മഫ്ഊലാണ്, റസ്ഖാണ് ഫാഇൽ. റിസ്ക് നമുക്ക് അള്ളാഹു നൽകുന്ന സംഗതിയാണ്. അത് അള്ളാന്റെ അത് നമുക്ക് കിട്ടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസ്ഖ് എന്ന സിഫത്തിന്റെ എന്താ പറയാ, അസറായി, അതിന്റെ അടയാളമായി നമുക്ക് കിട്ടുന്ന ഫലമാണ് റിസ്ക്, അല്ലേ? വാഹനം, വീട്, വെള്ളം, വെളിച്ചം, ഭക്ഷണം, ഇതിനാണ് റിസ്ക് എന്ന് പറയാ. അത് നമുക്ക് അള്ളാഹു നൽകുന്നതാണ്. അത് അള്ളാന്റെ വിശേഷണമാണോ? അല്ല. അത് നൽകാൻ കഴിവുള്ളവൻ എന്ന അർത്ഥത്തിലുള്ള വിശേഷണം റസ്ഖ്, റാഇന് ഫത്ഹായിട്ടാണ് വായിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ വാചകത്തിൽ തൗഹീദുൽ അസ്മാഇ വ സിഫാത്തും തൗഹീദുർ റുബൂബിയ്യത്തും രണ്ട് തൗഹീദ് ഇനങ്ങളും ശൈഖ് ഉൾക്കൊള്ളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ ഖാലിഖ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. അല്ലാഹു ഖലഖന, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് നമ്മളെ ചെറിയ കുട്ടികളെ ചെറുപ്പത്തിലേ നമ്മൾ ഓതിക്കൊടുത്ത് പഠിപ്പിക്കേണ്ടുന്ന പാഠങ്ങളാണ്. ആരാണ് നമ്മളെ സൃഷ്ടിച്ചത്? അല്ലാഹ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വ ഖലഖ കുല്ല ഷൈഇൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ എല്ലാ സംഗതികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോ ഈ വാചകത്തിൽ അല്ലാഹു ഖലഖന, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന വാചകത്തിൽ മഹത്തായ ഒരു പാഠമുണ്ട്. എന്താണത്? ഇവിടെ ഈ പ്രപഞ്ചത്തിൽ രണ്ട് സംഗതികളുള്ളൂ, മൂന്നാമതൊരു സംഗതിയില്ല. ഒന്ന് ഖാലിഖ്, മറ്റൊന്ന് മഖ്ലൂഖ്. ഒന്ന് ഖാലിഖ്, മറ്റൊന്ന് മഖ്ലൂഖ്. ഖാലിഖ് ആരാണ്? അല്ലാഹു. അല്ലാഹു മാത്രമാണ് ഖാലിഖ്. അല്ലാഹു ഖാലിഖുന. രണ്ടാമതായി എന്താണുള്ളത്? മഖ്ലൂഖ്. അപ്പൊ അല്ലാഹു അല്ലാത്തതെല്ലാം മഖ്ലൂഖാണ്. പിന്നെ ഒരു ഖാലിഖിന് വകയുണ്ടോ? മൂന്നാമതൊരു വകുപ്പുണ്ടോ? ഇല്ല. ഒന്നെങ്കിൽ ഖാലിഖ് അല്ലെങ്കിൽ മഖ്ലൂഖ്. ഇത് രണ്ടുമല്ലാത്ത എന്തെങ്കിലും ലോകത്തുണ്ടോ? ഇല്ല. ഖാലിഖ് ആരാണ്? അല്ലാഹു മാത്രമാണ്. അല്ലാഹു ഖലഖന, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ.
വഖലഖ കുല്ല ഷൈഇൻ. അപ്പോൾ അല്ലാഹു മാത്രമാണ് ഖാലിഖ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം മഖ്ലൂഖാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹു മാത്രമാണ് ഖാലിഖ്. ഈ പാഠം ശൈഖ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അന്നല്ലാഹ ഖലഖന വറസഖന. അല്ലാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നവൻ. നമ്മൾ പറഞ്ഞു അല്ലാഹു റാസിഖാണ്, അല്ലാഹു റസാഖാണ് എന്ന പേര് അതിൽ നിന്ന് കിട്ടും. റസ്ഖ് എന്ന അല്ലാഹുവിന്റെ സിഫത്തും നമുക്കതിൽ നിന്ന് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖന വറസഖന. അടുത്ത വാചകം എന്താ? വലം യത്രുക്നാ ഹമല. അല്ലാഹു നമ്മെ വെറുതെ വിട്ടിട്ടില്ല. വൃദ വലം യത്രുക്ന എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. ഹമല എന്ന് പറഞ്ഞാൽ വെറുതെ, അബസ, വെറുതെ, വൃദ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടതൊക്കെ നൽകി. ഇനി നിങ്ങളെ പാടായി, നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാം, മരിക്കോളം സുഖിച്ച് അടിച്ചു പൊളിച്ചങ്ങ് ഒറ്റ ലൈഫല്ലല്ലോ, ആയിക്കോ നിങ്ങളെ പോലെ, നിങ്ങൾക്ക് തോന്നുന്ന പോലെ എന്ന് പറഞ്ഞാൽ അല്ലാഹു വിട്ടിട്ടുണ്ടോ? അല്ല, ഇന്നത്തെ കാലത്തെ പല രക്ഷിതാക്കളുടെയും പല വാപ്പാരുടെയും ഉമ്മാരുടെയും നടപടിക്രമം ഇതുപോലെയാണ്. കുട്ടികളുണ്ടാവാൻ അവർ കാരണക്കാരാകുക, അവർക്ക് വേണ്ടതൊക്കെ ദുനിയാവിൽ വാരിക്കോരി കൊടുക്കുക, പിന്നെ നിങ്ങളെ പാടായി. കുട്ടികളല്ലേ, അവരെ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നേരായിക്കോളും. അവർക്ക് കൊടുക്കേണ്ടത് ദീനിയായ തർബിയത്ത് കൊടുക്കില്ല, ശറഇന്റെ യാതൊരു അറിവുണ്ടാവില്ല, നിസ്കാരമോ നോമ്പോ ദീനിന്റെ യാതൊരു മേമ്പൊടിയും, തിന്മയുടെ എല്ലാ കൂത്തരങ്ങും വീട്ടിൽ അതിനു വേണ്ടുന്ന എല്ലാ അവസരവും പൈസയും സമ്പത്ത് ഒടുക്കി വീട്ടിലൊരുക്കി കൊടുക്കും. കുട്ടിയല്ലേ ചോദിക്കുമ്പോൾ. ഇതുപോലെ അല്ലാഹു നമ്മളെ വിട്ടിട്ടില്ല. നമ്മളെ മക്കളെ നമ്മളിൽ പലരും നമ്മുടെ മക്കളെ അവരുണ്ടാകാൻ അല്ലാഹു നമ്മെ കാരണക്കാരാക്കി, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. എന്നിട്ട് നമ്മൾ അവരെ അഴിച്ചുവിടുന്ന പോലെ അല്ലാഹു നമ്മളെ അഴിച്ചു വിട്ടിട്ടില്ല. വലം യത്രുക്നാ ഹമല. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു, അവൻ മാത്രമാണ് നമ്മളെ സൃഷ്ടിച്ചത്, അല്ലാഹു മാത്രമാണ് നമുക്ക് റിസ്ക് നൽകിയെങ്കിൽ അവൻ നമ്മെ വെറുതെ വിട്ടിട്ടില്ല. അവൻ നമുക്ക് കൃത്യമായ കൽപ്പനകളും വിലക്കുകളും നൽകിയിട്ടുണ്ട്. ശരിയായ ദീൻ, മാർഗരേഖ അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലം യത്രുക്നാ ഹമല എന്ന വാചകത്തിൽ ശൈഖ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലെന്തുണ്ട്? അല്ലാഹു നമ്മെ സൃഷ്ടിച്ചതിനും അല്ലാഹു നമുക്ക് റിസ്ക് നൽകിയതിനും ദുനിയാവിൽ എന്തെല്ലാം നിഅമത്തുകൾ നൽകുന്നുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്, അല്ലാഹുവിന് കൃത്യമായ ഹിക്മത്തുണ്ട് എന്ന മഹത്തായ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ അവൻ ശിക്ഷിക്കുന്നുവെങ്കിൽ, അവൻ രക്ഷിക്കുന്നുവെങ്കിൽ, അവൻ പിടിച്ചു വെക്കുന്നുവെങ്കിൽ, അവൻ വാരിക്കോരി നൽകുന്നുവെങ്കിൽ, അവൻ മുസീബത്ത് നൽകുന്നുവെങ്കിൽ, ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖമായി ജീവിക്കാനുള്ള അവസരം നീട്ടി നൽകുന്നുവെങ്കിൽ, രോഗം നൽകുന്നുവെങ്കിൽ, ആരോഗ്യം നൽകുന്നുവെങ്കിൽ, സമ്പത്ത് നൽകുന്നു, പട്ടിണി നൽകുന്നു, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാക്കുന്ന ഓരോ നടപടിക്രമങ്ങൾക്കും പിന്നിൽ കൃത്യമായ യുക്തിയുണ്ട്. വലം യത്രുക്നാ ഹമല. അല്ലാഹു വെറുതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, അല്ലാഹു വെറുതെ ഒന്നും ഇവിടെ നടപ്പിലാക്കുന്നില്ല. അല്ലാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ, അല്ലാഹുവിന്റെ എല്ലാ തീരുമാനങ്ങളുടെയും പിന്നിൽ കൃത്യമായ യുക്തിയുണ്ട്, ഹിക്മത്തുണ്ട്. ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. അതെന്താ റബ്ബ് അങ്ങനെ ചെയ്ത്? എന്നാലും വേണ്ടില്ലായിരുന്നു. ആ വയനാട്ടിലെ ജനങ്ങൾ എത്ര പാവപ്പെട്ടവരാണ്, എന്ത് തെറ്റാണ് അവർ ചെയ്തത്? എത്ര സാധുക്കളാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ദിവസവും കൂലിവേലയെടുത്ത് കുടുംബം പോറ്റുന്ന സാധുക്കൾ. വേണ്ടിയില്ലായിരുന്നു. പല ആളുകളെ വാക്കിൽ നിന്ന് വരുന്നതാണ്. എന്തിനാണ് ഞങ്ങളോട് ഈ ദ്രോഹം ചെയ്ത്? വേറെ എവിടെയെങ്കിലും ആയിക്കൂടായിരുന്നു. ഞങ്ങൾ എന്താണ് അതിന് മാത്രം ചെയ്തത്? ഇല്ല, ഒരു മുസ്ലിമിന് അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിന് കൃത്യമായ യുക്തി ഉണ്ടാകും. അതിന്റെ രഹസ്യം നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, അതൊരു നാൾ നമ്മൾ അറിയും. അള്ളാഹു ഒന്നും ഈ പ്രപഞ്ചത്തിൽ വെറുതെ നടപ്പിലാക്കുന്നില്ല. ആകാശഭൂമികളെ അവൻ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു ചോദിച്ചില്ലേ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ നാം വെറുതെയാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫതആല അല്ലാഹ്. ഇല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അള്ളാഹു നിങ്ങൾ അവനെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്നതിനെല്ലാം ഉന്നതനാണ്. അൽ മലിക്കുൽ ഹഖ്. അവൻ ഹക്കായവനാണ്, അവൻ മലിക്കാണ്, അവൻ രാജാതിരാജനാണ്. ഈ വിഷയം പറഞ്ഞതിന് ശേഷം അള്ളാഹു അൽ മലിക്കാണ്, അള്ളാഹു അൽ ഹക്കാണ് എന്ന് പറഞ്ഞതിന് ചില രഹസ്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് പ്രത്യേകിച്ച് യുക്തിയുടെയോ കൃത്യമായ ലക്ഷ്യത്തിന്റെയോ
ഹിക്മത്തിൻ്റെയോ പിന്നിലല്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ നാമങ്ങൾക്കോ വിശേഷണങ്ങൾക്കോ യോജിക്കുന്നതല്ല എന്നറിയിക്കുന്ന പദപ്രയോഗമാണ് ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്. അള്ളാഹു അൽ മലിക്കാണ്, രാജാതിരാജനാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും രാജാക്കന്മാർ, ഇവിടുത്തെ ഏതെങ്കിലും ഭരണാധികാരികൾ അവർ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് പോലെ, കാര്യങ്ങൾ തീരുമാനത്തിൽ വരുത്തുന്നത് പോലെ, അവർ ചെയ്യുന്ന നടപടിക്രമങ്ങൾ പോലെ അല്ല അള്ളാഹുവിൻ്റെ തീരുമാനം. അള്ളാഹുവിന് അതിൻ്റെ പിന്നിൽ കൃത്യമായ യുക്തിയുണ്ട്. അൽ ഹഖ് അവന്റെ വിശേഷണമാണ്. അൽ ഹഖ് അവൻ ഹക്കാണ്. ഹക്ക് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമാണ്. അവന്റെ പ്രവർത്തനവും അവന്റെ വാക്കും അവന്റെ തീരുമാനവും അവന്റെ സൃഷ്ടിപ്പും അവന്റെ കൽപ്പനയും അവന്റെ വിലക്കും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഹക്ക് മാത്രമായിരിക്കും. അതിന്റെ പിന്നിൽ കൃത്യമായ ഹക്കും സത്യവും യുക്തിയും ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെ അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദ. അള്ളാഹു നമ്മളെ വെറുതെ അങ്ങ് വിട്ടതാണോ സൃഷ്ടിച്ചിട്ട്? അലം യകു നുത്ഫത മിൻ മനി യുംന. അവനൊരു തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ലേ? സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ. പിന്നീട് ഒരു മാംസപിണ്ഡമായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഭ്രൂണശാസ്ത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ പിന്നിട്ട് ഒരു കുഞ്ഞായി അവൻ പുറത്തു വന്നു. നോക്കൂ നിങ്ങൾ, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അള്ളാഹു നമ്മെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി മാതാക്കളുടെ ഗർഭപാത്രത്തിൽ 10 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരു മനുഷ്യ കുഞ്ഞായി രൂപാന്തരം നൽകി. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ. ഒന്നും അറിയാത്തവരായി നമ്മളെ ഭൂമിയിൽ പിറന്നു വീഴുന്നവരായി അള്ളാഹു കൊണ്ടുവന്ന് കുട്ടിയായി ബാല്യം പിന്നിട്ട് കൗമാരം പിന്നിട്ട് യുവാവായി വയോധികനായി ഒരു പൂർണ്ണ പുരുഷായുസ് മുഴുവൻ സമ്മാനിച്ചത് വെറുതെയാണെന്നോ? എവിടെ നമ്മൾ തുടങ്ങിയത്? സൂറത്തുൽ ഇൻസാന്റെ തുടക്കത്തിൽ അല്ലാഹു എന്താ പറഞ്ഞത്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ഷൈഉം മദ്കൂറ. എന്തെങ്കിലും ഒരു സംഗതി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു മനുഷ്യ നിനക്ക്. 100 വർഷം മുമ്പ് നമ്മളൊക്കെ എവിടെ എന്തായിരുന്നു നമ്മളെ അവസ്ഥ? ശൂന്യത, ശുദ്ധ ശൂന്യതയിൽ നിന്ന് അള്ളാഹു നമ്മെ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് സൃഷ്ടിച്ചതാ ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യന്മാരാക്കി നമുക്ക് രൂപാന്തരം നൽകിയതിന്റെ പിന്നെ ഒരു ലക്ഷ്യമില്ലാന്നോ, ഒരു യുക്തിയില്ലാന്നോ? ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അള്ളാഹു അങ്ങനെ വൃഥാ പണിയെടുക്കുന്ന പടപ്പല്ല, അവൻ പടച്ചവനാണ്. അള്ളാഹുവിന് അതിന്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. വലം യത്രുക്ന ഹമല. അള്ളാഹു നമ്മെ വെറുതെ ഉപേക്ഷിച്ചിട്ടില്ല. അന്നല്ലാഹ ഖലഖന വറസഖന വലം യത്രുക്ന ഹമല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു, അള്ളാഹു നമുക്ക് റിസ്ക് നൽകിയിരിക്കുന്നു, അവൻ കൃത്യമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു, കൽപ്പനകൾ നൽകിയിരിക്കുന്നു, വിലക്കുകൾ നൽകിയിരിക്കുന്നു. ബൽ അർസല ഇലൈന റസൂല. അതിനുവേണ്ടി നമ്മിലേക്ക് റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വാചകം നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.